Hi friends, again I am back with another grammar topic. ഇംഗ്ലീഷ് ഗ്രാമറിൽ ചില ഗ്രാമർ പാർട്ടുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് അവിടെ പെട്ടെന്നൊരു എൻഡിങ് കിട്ടാറുണ്ട് അല്ലെ. ചില ഗ്രാമേഴ്സിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. നമ്മൾ ടെൻസുകൾ എടുക്കുകയാണെങ്കിൽ അല്ലെ അതൊരു 4 ടെൻസിൽ അങ്ങ് തീരും, അല്ലെങ്കിൽ ഒരു 12 ടെൻസിൽ അത് തീരും. ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ആവട്ടെ, ക്വസ്റ്റ്യൻ ടാഗ് ആവട്ടെ, ഡിഗ്രി ഓഫ് കമ്പാരിസൺ ആവട്ടെ, എല്ലാത്തിനും ഒരു സ്ട്രക്ചറും അല്ലെങ്കിൽ 2-3 ടൈപ്പും ഒക്കെ ആകുമ്പോൾ അവിടെ തീരും അല്ലെ. പക്ഷെ ചിലത് അങ്ങനെയല്ല. ചില ഇംഗ്ലീഷ് ഗ്രാമറിൽ ചില പാർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഒരു കടലാണ് അല്ലെ മക്കളെ. അതൊരിങ്ങനെ വിശാലമായിട്ട് കിടക്കായിരിക്കും. അങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന ഒരു പാർട്ടാണ് ഫ്രൈസൽ വെർബ്സ്. എന്താണ് ഫ്രൈസൽ വെർബ്സ്? ഇതൊരു ലോഗാണ് അല്ലെ, 1000 കണക്കിനുണ്ട്. അപ്പൊ എന്താ ഇതെങ്ങനെയാ, അപ്പൊ നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കും? അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ടാവും നമുക്ക്. നമ്മൾ UP കുട്ടികൾക്ക് ഒന്നാണെങ്കിൽ ഹൈസ്കൂൾ സെക്ഷൻ ആകുമ്പോൾ വരുന്ന ഒരു ഫ്രൈസൽ വെർബ്സ് ഉണ്ട്. ഏകദേശം വരാൻ സാധ്യതയുള്ള എപ്പോഴും യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രൈസൽ വെർബ്സ്, അവരുടെ ആ ഒരു റേഞ്ചിനനുസരിച്ച് ഇത്ര എണ്ണം, അങ്ങനെയാണ് ഫ്രൈസൽ വെർബ്സ് ഉണ്ടാവുക. അപ്പൊ ഇനി അതിലും ഹൈ ക്ലാസ്സിലാണെങ്കിൽ അതിലും ഹയർ സ്റ്റഡീസിന് അതിലും യൂസ്. അതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാകുമ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രൈസൽ വെർബ്സ് ഉണ്ട്, അത് അവർ പഠിക്കുക. അങ്ങനെ ഓരോ ആവശ്യങ്ങൾക്ക് അനുസരിച്ചുള്ള ഒരു പഠനമാക്കും. അല്ലെ ഇത്രയും വലിയൊരു ലോകം നമ്മളെ കൊണ്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമായിരിക്കും. സോ നമ്മൾ മക്കൾസിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8th 9th 10th മാക്സിമം 10th വരെ വരാൻ സാധ്യതയുള്ള കുറച്ച് ഫ്രൈസൽ വെർബ്സ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്ക് നോക്കാം. ഫ്രൈസൽ വെർബ്സ് അല്ലെ. ഫ്രൈസൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 2 വേർഡ്സ് ഉണ്ടാവും അല്ലെ. ഏതെങ്കിലും ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു പുട്ട്, സെറ്റ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ ഏതെങ്കിലും ഒരു വേർബ്സും ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് കൂടെ ഒരു പ്രപ്പോസിഷൻ ആവും. ഒന്നിൽ കൂടുതൽ പ്രപ്പോസിഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസിഷൻസ്. അതും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ആ വേർഡും ഈ വേർഡും 2 വേർഡാണല്ലോ അല്ലെ. ആ 2 വേർഡുകളും തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു മീനിങ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, നമുക്കറിയാവുന്ന ഒരു ഗീവ് ആവില്ല, ഗീവും ഇന്നും കൂടെ ചേർക്കുമ്പോൾ. അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഒരു ഗീവിന്റെ മീനിങ് ആവില്ല, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ഔട്ടിന്റെ മീനിങ് ആവില്ല, ഗീവും ഔട്ടും കൂടെ ഒന്നിച്ച് വരുമ്പോൾ. സോ എന്തായിരിക്കും മീനിങ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടാണ് വരിക. അത് മാത്രമല്ല, ഈ ഒരു ഫ്രേസൽ വെർബ്സിന് ഒന്നിൽ കൂടുതൽ എന്തായാലും എന്തുണ്ടാവും, മീനിങ് വരും. ഒന്നിൽ കൂടുതൽ, ചിലതിനൊക്കെ 3-4 മീനിങ്സ് ഒക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ചില മീനിങ്ങുകൾ എടുത്തിട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. നോക്കാം. ഫസ്റ്റ് വൺ പുട്ട്. നോക്കാം, പുട്ടിന്റെ നോക്കാം. പുട്ട് ഓൺ. എന്താണ് പുട്ട് ഓൺ അല്ലെ? പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വിയർ. വിയർ മീൻസ് എന്താ? ധരിക്കുക. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലെ. ഇനി നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം എന്നാണെങ്കിൽ, നിങ്ങളിത് സ്വയം എക്സാമ്പിൾ ഉണ്ടാക്കി പഠിക്കും, സ്വയം റിലേറ്റ് ചെയ്ത് പഠിക്കുക. എങ്ങനെ? ഇപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന പൊസിഷൻ, നാളെ നിങ്ങളുടെ ബ്രദർ ഇപ്പൊ പുറത്തു പോകുമ്പോൾ നിങ്ങൾ എന്താ പറയാ? പുട്ട് ഓൺ യുവർ ഷൂസ് എന്ന് പറയാം അല്ലെ. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയോട് പറയും, ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ അമ്മ എന്താണ്? സാരി ഇടും, പുട്ട് ഓൺ സാരി അല്ലെ. അങ്ങനെ നമ്മൾ നാളെ ഇനി പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ എന്റെ ഷർട്ട് പുട്ട് ഓൺ ചെയ്യും. ഇങ്ങനെ ഓർത്തു വെക്കുക. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് കണക്ട് ആയിട്ട് അത് ഓർമ്മയിൽ കിട്ടും. ഓക്കെ, നമ്മൾ സ്വയം നമ്മളെ കണക്ട് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുള്ളവരെ കണക്ട് ചെയ്തിട്ടോ ആ എക്സാമ്പിൾ ഓർത്ത് വെക്കാം. നോക്കാം. പുട്ട് ഓൺ മീൻസ് എന്താണ്? വിയർ. പുട്ട് ഓൺ മീൻസ് വിയർ, ധരിക്കുക. ഹി പുട്ട് ഓൺ ഹിസ് കോട്ട് ആൻഡ് വെന്റ് ഔട്ട്. അവന്റെ കോട്ട് ധരിച്ചു. ഹി പുട്ട് ഓൺ ഹിസ് കോട്ട് ആൻഡ് വെന്റ് ഔട്ട്, പുറത്തു പോയി. അപ്പൊ പുട്ട് ഓൺ മീൻസ് വിയർ, മീൻസ് ധരിക്കുക. ക്ലിയർ? പുട്ട് ഓഫ്. പുട്ട് ഓഫ് മീൻസ് എന്താണ്? ഞാനൊക്കെ പഠിച്ച ടൈമില് ഈ പുട്ട് ഓഫ് ഞാൻ ഓർത്ത് വെച്ചിരുന്നത്, പുട്ട് ഉണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുന്ന പുട്ട് തന്നെ, നമ്മൾ കഴിക്കുന്ന പുട്ട്, ആ പുട്ട് ഓഫ് ചെയ്ത് ഉമ്മ അത് നീക്കി വെച്ചു എന്നായിരുന്നു ഞാൻ ഓർത്ത് വെച്ചിരുന്നത്. പുട്ട് ഓഫ് ചെയ്ത് നീക്കി വെച്ചു അല്ലെ. പുട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്തു? നീക്കി വെച്ചു. പുട്ട് ഓഫ് പോസ്റ്റ്പോൺ. പോസ്റ്റ്പോൺ മീൻസ് എന്താണ്? നീക്കി വെക്കും. ഇങ്ങനെ ഓരോ എക്സാമ്പിൾ സ്വന്തമായിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഓർമ്മ കിട്ടും കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പുട്ട് ഓഫ് ചെയ്ത് നീക്കി മാറ്റി വെച്ചു. ഓക്കെ, നീക്കി വെച്ചു. അപ്പൊ പുട്ട് ഓഫ് മീൻസ് പോസ്റ്റ്പോൺ. ക്ലിയർ? the exam was put off. എക്സാം എന്ത് ചെയ്തു? നീക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, then പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് മീൻസ് എന്താണ് മക്കളെ? അതുപോലെ തന്നെ ഞാൻ ഓർത്ത് വെച്ച് പഠിക്കുന്നതാണ്. നമ്മുടെ അമ്മമാര് കിച്ചണിൽ നിന്ന് പോരുമ്പോ എന്ത് ചെയ്യും മക്കളെ? പുട്ട് ഓഫ് ചെയ്യും അല്ലെ. പുട്ട് ഓഫ് ചെയ്തിട്ട് പോകും. ഗ്യാസ് പുട്ട് ഓഫ് ചെയ്യും. ഗ്യാസ് പുട്ട് ഓഫ് ചെയ്യാൻ ഗ്യാസ് മറ്റ് തീ അണച്ചിട്ട് പോകും അല്ലെ. അത് തന്നെയാണ് അല്ലെ. അങ്ങനെ ഓർത്താൽ മതി. അമ്മ വീട്ടിൽ നിന്ന് അമ്മ കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ അമ്മ പാചകം ചെയ്തിട്ട് പുറത്തോട്ട് പോകുന്നതിനൊക്കെ എന്താവും? അമ്മ ഗ്യാസ് തീ എന്ത് ചെയ്യും? പുട്ട് ഓഫ് ചെയ്യും അല്ലെ. അതുപോലെ പുറത്ത് ആളുകള്
ഐ മീൻ പുട്ട് ഔട്ട് ചെയ്യും കേട്ടോ. ഐ മീൻ പുറത്ത് ആളുകൾ തീ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വീട്ടിൽ തീ ഇടാറുണ്ടല്ലോ അല്ലെ, അത് നമ്മൾ എന്ത് ചെയ്യും, അത് പുട്ട് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറിപ്പോ, അല്ലെങ്കിൽ ആ തീ പടർന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പുട്ട് ഔട്ട് ചെയ്യും. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. സോ പുട്ട് ഔട്ട്, പുട്ട് ഔട്ട് മീൻസ് കെടുത്തുക അല്ലെങ്കിൽ അണക്കുക എന്നൊരർത്ഥം കേട്ടോ. ഈ ഒരു വേർഡും ഈ ഒരു അർത്ഥം മനസ്സിലാക്കിയാൽ മതി. ഇതിരുന്ന് കാണാതെ പഠിക്കേണ്ട ആവശ്യമല്ല. കാരണം നമുക്കത് സെന്റൻസുകളിലായിട്ടാണ്. ഇപ്പൊ 10th നിങ്ങൾക്കറിയാം 4 മാർക്കിന് ഈ ഫ്രേസൽ വെർബ്സ് വരാറുണ്ട് അല്ലെ. അതെങ്ങനെയാ വരിക, ഫ്രേസൽ വെർബ്സ് ബ്രാക്കറ്റിൽ ഉണ്ടാവും. അപ്പൊ അതിൽ ഏകദേശം ഒരു ഐഡിയ, അതിന്റെ ഒരു മലയാളം അർത്ഥമെങ്കിലും നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഓക്കെ, സെന്റൻസിലോട്ട് ആഡ് ചെയ്യാം. ഓൾറെഡി സെന്റൻസുകൾ തമ്മിൽ ഒരു അർത്ഥം നമുക്ക് കിട്ടും, പിന്നെ അതിന്റെ മലയാള അർത്ഥം കൂടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഫ്രേസൽ വെർബ് ചേർക്കാൻ കഴിയും. സോ അതിന്റെ ഒരു ഇംഗ്ലീഷ് അർത്ഥമൊന്നും കാണാതെ പഠിക്കേണ്ടതായിട്ടില്ല. സോ പുട്ട് ഔട്ട്, പുട്ട് ഔട്ട് മീൻസ് മദർ പുട്ട് ഔട്ട് ദ ഫയർ ഇൻ ദ കിച്ചൺ ബിഫോർ ഗോയിങ് ടു ദ ബെഡ്. കിടന്നുറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ട് അമ്മ എന്ത് ചെയ്യും, തീ പുട്ട് ഔട്ട് ചെയ്യും. ഓക്കെ, അടുത്തത് പുട്ട് ഇൻ, പുട്ട് ഇൻ, പുട്ട് ഇൻ അല്ലെ. പുട്ട് ഇൻ മീൻസ് ഡു, എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുക എന്നർത്ഥത്തിൽ. ഐ ഹാവ് ടു പുട്ട് ഇൻ എ ലോട്ട് ഓഫ് ലേബർ ടു ഫിനിഷ് ദ പ്രൊജക്ട്. ആ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്കും ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്തിട്ടുണ്ട് അല്ലെ. പുട്ട് ഇൻ മീൻസ് ഇവിടെ എന്താണ്, ചെയ്യുക. നമ്മുടെ ഹാർഡ് വർക്കൊക്കെ പുട്ട് ഇൻ ചെയ്യുക എന്ന് പറയും അല്ലെ. നീ അസൈൻമെന്റ് ചെയ്ത് തീർക്കണമെങ്കിൽ നീ കുറച്ചു നേരം എന്ത് ചെയ്യണം, നീ നിന്റെ ടൈമൊക്കെ കുറച്ചു നേരം ഒന്ന് പുട്ട് ഇൻ ചെയ്യണം എന്ന് പറ. അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, കുറച്ചു നേരത്തേക്ക് ഹാർഡ് വർക്ക് ചെയ്ത് അത് ചെയ്യണം എന്നുള്ള ഒരു മീനിങ്ങിനാണ് പുട്ട് ഇൻ എന്ന് പറയുന്നത്. ദെൻ പുട്ട് ബൈ, എന്താണ് പുട്ട് ബൈ, പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ടു സേവ് മണി എന്നാട്ടോ. I put by part of my wages every week to buy a new bike. Put by എന്ന് പറഞ്ഞാൽ പൈസ മാറ്റി വെക്കട്ടെ മക്കളെ. നിങ്ങൾ എന്തിനെങ്കിലും കാര്യത്തിന് ഇപ്പൊ പൈസ മാറ്റി വെക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾ അതുമായിട്ട് കണക്ട് ചെയ്താൽ മതി അല്ലെ. നിങ്ങൾ ചെറിയ ചെറിയ ഇതിലൊക്കെ പൈസ ശേഖരിച്ച് വെക്കുന്നുണ്ടാവും അല്ലെ, ഉണ്ടാവും അല്ലെ. അപ്പൊ കുടുക്കുകളിലൊക്കെ ആയിട്ട് പൈസ ശേഖരിക്കുന്നവരുണ്ടാവും അല്ലെ. അപ്പൊ ഇനി അത് കണക്ട് ചെയ്ത് പറയാം, ഞാൻ പുട്ട് ബൈ ചെയ്യുന്നത്, ഞാൻ ആ പൈസ പുട്ട് ബൈ ചെയ്യുന്നത് എന്തിനാണ്, എനിക്കൊരു പുതിയ ഡ്രസ്സ് വാങ്ങാൻ, അല്ലെങ്കിൽ ഞാൻ ആ പൈസ പുട്ട് ബൈ ചെയ്യുന്നത് എനിക്കൊരു പുതിയ ഷൂ വാങ്ങാനാണ്. അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങൾ പുട്ട് ബൈ മറക്കില്ല കേട്ടോ. സ്വയം എക്സാമ്പിൾ ഉണ്ടാക്കി ഓർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഫ്രേസൽ വെർബ് ഓർത്ത് വെക്കാം. ഒന്ന് പറഞ്ഞു നോക്കി, ഞാൻ കുറച്ച് പൈസ പുട്ട് ബൈ ചെയ്യുന്നുണ്ട് എനിക്ക് ആ കോഴ്സിന് പോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ പുട്ട് ബൈ ചെയ്യുന്നുണ്ട് എനിക്ക് ആ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് എമൗണ്ട് പുട്ട് ബൈ ചെയ്ത് വെക്കുന്നുണ്ട് എനിക്ക് ആ ഇഷ്ടപ്പെട്ട ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് പൈസ പുട്ട് ബൈ ചെയ്ത് വെക്കുന്നുണ്ട് എനിക്ക് ആ സൈക്കിൾ വാങ്ങാൻ വേണ്ടിയിട്ട്. പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, ടു സേവ് മണി. ക്ലിയർ? Then put up, put up, put up ചെയ്യുക. അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, അപ്പ് മുകളിൽ എന്നർത്ഥം അല്ലെ. ആ ഒരു ചെറിയൊരു അർത്ഥം ഇതിലോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പ് മീൻസ് എന്താണ്, മുകളിൽ. നോക്കാം, ടു റൈസ്, ടു റൈസ് എന്ന് പറയുന്ന ഒരു മീനിങ്. പുട്ടപ്പിനൊക്കെ ഒരുപാട് മീനിങ് ഉണ്ട് കേട്ടോ. ടു റൈസ് എന്നൊരു മീനിങ് ഉണ്ട് അല്ലെ, ഉയർത്തുക എന്നൊരു മീനിങ്. സ്റ്റേഡ് പറഞ്ഞത് താമസിക്കുക എന്നൊരു മീനിങ്. ടു സജസ്റ്റ് ആൻ ഐഡിയ, ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക അല്ലെ. എന്തെങ്കിലുമൊക്കെ ബുദ്ധി ഉണ്ടാവുമല്ലോ നമുക്ക് അല്ലെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ആയിട്ടുള്ള പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, സജസ്റ്റ് ചെയ്ത് കൊടുക്കും, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെ. ടു ബിൽഡ് സംതിങ് അല്ലെ, ടു ബിൽഡ് സംതിങ് എന്നൊരർത്ഥമുണ്ട്, എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കുക എന്നൊരർത്ഥം കേട്ടോ. ടു ബിൽഡ് സംതിങ്, എന്തെങ്കിലും ഒന്ന് നിർമ്മിക്കുക. ടു റൈസ്, ഉയർത്തുക. സ്റ്റേഡ്, താമസിക്കുക. ടു സജസ്റ്റ് ആൻ ഐഡിയ, എന്തെങ്കിലും ഒരു ഐഡിയ സജസ്റ്റ് ചെയ്യുക. ഇത്രയും അർത്ഥം പുട്ടപ്പിന് വരുന്നുണ്ട് കേട്ടോ. പൊതുവെ ഇത്രയും അർത്ഥത്തിലും പുട്ടപ്പ് യൂസ് ചെയ്യാറുണ്ട്. നോക്കാം. The shop owner tried to put up the prices. ഷോപ്പ് ഓണർ എന്തിന് ട്രൈ ചെയ്യുന്നുണ്ട് മക്കളെ, പുട്ട് അപ്പ് ചെയ്യാൻ, പ്രൈസസ് ഉയർത്താൻ. ടു റൈസ് ട്ടോ, ഉയർത്തുവാൻ. ടു റൈസ്, ഉയർത്തുക. പുട്ടപ്പ് ചെയ്യാണ്, എന്ത്, പ്രൈസ് എന്ത് ചെയ്യാണ്, പുട്ടപ്പ് ചെയ്യുന്നുണ്ട് ഷോപ്പ് ഓണർ. ഓക്കെ, then my neighbor put up a fence. ഇവിടെ മീനിങ് എന്താ മക്കളെ, ടു ബിൽഡ് സംതിങ് ആണ്. എന്താണ്, ടു ബിൽഡ് സംതിങ്. മൈ നൈബർ പുട്ട് അപ്പ് എ ഫെൻസ്. എന്റെ നൈബർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതിയ മതില്, ഫെൻസ് പറഞ്ഞാൽ മതിലാണ് കേട്ടോ, മതില് എന്ത് ചെയ്തിട്ടുണ്ട്, പണിയുന്നുണ്ട് കേട്ടോ. ടു ബിൽഡ് സംതിങ് എന്നർത്ഥത്തിൽ. ഓക്കെ, വി പുട്ട് അപ്പ് അറ്റ് എ ഹോട്ടൽ. വി പുട്ട് അപ്പ് അറ്റ് ഹോട്ടൽ, നമ്മൾ എന്താ ഇവിടെ സ്റ്റേഡ് ആണ് അല്ലെ. നമ്മൾ ആ ഹോട്ടലിൽ താമസിച്ചു, ഒരു ദിവസം നിന്നു, നൈറ്റിൽ താമസിച്ചു എന്നൊരർത്ഥത്തിലാണ് ഇവിടെ പുട്ടപ്പ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? then put down, എന്താണ്, put down അല്ലെ. then put down, put down means down, down, താഴ്ത്തി അങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങ് നിയന്ത്രിക്കുക അല്ലെ. സൗണ്ട് ഒക്കെ താഴ്ത്തി കൊണ്ടുവന്ന് അങ്ങ് നിയന്ത്രിക്കും, അതിനാണ് put down എന്ന് പറയുന്നത്. നോക്കാം, down എന്ന് പറയുമ്പോൾ താഴ്ത്തിയിട്ട് എന്നുള്ള മീനിങ് ഉണ്ട്. താഴ്ത്തി കൊണ്ടുവന്നിട്ടാണല്ലോ നമ്മളൊരാളെ നിയന്ത്രിക്കുക കേട്ടോ. അടക്കി നിർത്തണമെങ്കിലൊക്കെ നമ്മളൊരാളെ താഴ്ത്തി കൊണ്ടുവരണം അല്ലെ. അങ്ങനെ നോക്കാം. keep down and write down. then
ദ മിലിറ്ററി പുട്ട് ഡൗൺ എ റിബല്യൻ. അവര് റിബല്യൻ അല്ലെ, അവര് റിബല്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, പട്ടാളക്കാർ എന്ത് ചെയ്തു, കൺട്രോൾ ചെയ്ത് അടക്കി നിർത്തി അല്ലെ. വാറൊക്കെ ചില രാജ്യക്കാർക്ക് എന്ത് ചെയ്യാറുണ്ട്, ചില രാജ്യങ്ങളൊക്കെ അവരുടെ പവർ ഉപയോഗിച്ച് പുട്ട് ഓൺ ചെയ്യാറുണ്ട്. ചില കൺട്രോൾ, ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ പോലീസുകാർ പുട്ട് ഓൺ ചെയ്യാറുണ്ട് അല്ലെ. നമ്മുടെ പ്രിൻസിപ്പാൾ സ്കൂളിൽ ഉണ്ടാകുന്ന ചില പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് ആളുടെ പവർ ഉപയോഗിച്ചിട്ട്, പ്രിൻസിപ്പാൾ ആണല്ലോ അല്ലെ, ആളുടെ പവർ ഉപയോഗിച്ചിട്ട് ചില സമയത്ത് പുട്ട് ഓൺ ചെയ്യാറുണ്ട് ചില പ്രശ്നങ്ങളൊക്കെ. ഐ മീൻ അടക്കി നിർത്താറുണ്ട് കേട്ടോ. എക്സാമ്പിൾസ് മലയാളത്തിൽ പറഞ്ഞു പഠിച്ചാൽ മതി. ഓക്കെ, then put up with I can't put up with എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, യൂസ് ചെയ്യാറുണ്ട്. പൊതുവെ ആളുകൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് I can't put up with എന്ന് പറയും അല്ലെ. എനിക്കത് സഹിക്കാൻ കഴിയില്ല, എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നൊരു അർത്ഥത്തിലാട്ടോ. എനിക്കതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, എനിക്കതായിട്ട് പൊരുത്തപ്പെടാൻ കഴിയില്ല, എനിക്കത് സഹിക്കാനേ കഴിയില്ല എന്നൊരു I can't put up with എന്നൊരു മീനിങ് നോക്കാം. I can put up means tolerate, സഹിക്കുക. I can put up with any kind of pain, any kind of ഒരു ടൈപ്പ് വേദന, എന്ത് വേദന ആവട്ടെ, എനിക്ക് വേദന ടോളറേറ്റ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. I can't put up with. Okay, clear. Then put an end to. end എന്ന് പറയുമ്പോൾ പൊതുവെ ഈ ഒരു മീനിങ്ങിലോട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയും. end പറയുമ്പോൾ ഒരു സ്റ്റോപ്പ് ആണെന്ന് മനസ്സിലായി അല്ലെ. put an end to stop. I want to put an end to this fight അല്ലെ. ഈ ഫൈറ്റിന് ഒരു അവസാനം ഉണ്ടാക്കുന്നത് എനിക്ക് അത്യാവശ്യമാണ് അല്ലെ. എനിക്കിത് എന്ത് ചെയ്യണം, അതുപോലെ ഈ ഒരു കാര്യം, ഈ ഒരു വിഷയം എനിക്ക് ഇവിടെ എന്ത് ചെയ്യണം, put an end to. എന്താണ് put an end to? എനിക്ക് ഈ ഒരു വിഷയം ഇവിടെ അവസാനിപ്പിക്കണം. ഇങ്ങനെയൊക്കെ പറയാൻ നമ്മൾ എന്ത് ചെയ്യും, put an end to. നമ്മൾ സംസാരിക്കുമ്പോഴൊക്കെ സ്പീച്ച് ഒക്കെ ചെയ്യുന്നവർ ഈ വേർഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഐ പുട്ട് ആൻ എൻഡ് ടു അല്ലെ, ഇത് ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണെന്നൊക്കെ പറയുമ്പോൾ അവർ പുട്ട് ആൻ എൻഡ് ടു എന്ന് പറയുന്ന ഫ്രേസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ദെൻ put forth means എന്താ, യൂസ്ഡ് ഓർ പ്രൊഡ്യൂസ്ഡ്. യൂസ് അല്ലെങ്കിൽ പ്രൊഡ്യൂസ്ഡ് എന്നുള്ള അർത്ഥത്തിൽ അല്ലെ. നോക്കാം, he put forth all his strength to lift the weight. അദ്ദേഹം എന്ത് ചെയ്തു, ആ വെയിറ്റ് പൊന്തിക്കാൻ വേണ്ടിയിട്ട്, വെയിറ്റ് എടുത്ത് പൊന്തിക്കാൻ വേണ്ടിയിട്ട് ആളുടെ ഫുൾ പവർ, ഫുൾ സ്ട്രെങ്ത് എന്ത് ചെയ്തു മക്കളെ, യൂസ് ചെയ്തു, ഉപയോഗിച്ചു കേട്ടോ. എന്താണ് put forth means ഇവിടെ യൂസ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ, ഉപയോഗിച്ചു എന്ന അർത്ഥത്തിൽ. he put forth all his strength to lift his weight. Okay, then the tree put forth many fresh buds അല്ലെ. ആ മരം എന്തുണ്ടാക്കിയിട്ടുണ്ട്, പുതിയ പുതിയ കുഞ്ഞു കുഞ്ഞു നല്ല ഫ്രഷ് ആയിട്ടുള്ള മൊട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. പ്രൊഡ്യൂസ് ചെയ്യാൻ മീൻസ് ഇവിടെ എന്താണ്, ആ മരം എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ത്, കുഞ്ഞു കുഞ്ഞ് ബഡ്സുകൾ അല്ലെ, പുതിയ പുതിയ ബഡ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4ഉം 5ഉം 6ാമത്തെ ഒരു കുട്ടിയും കൂടെ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇത് ഓർത്താൽ മതി, ഫുഡ് ഫോർത്ത്. ഓക്കെ, എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെ. ഓക്കെ, നിർമ്മിക്കുക, പുതുതായിട്ട് ഉണ്ടാക്കുക എന്നൊക്കെ ഒരു അർത്ഥത്തിൽ കേട്ടോ. ദെൻ പുട്ട് കഴിഞ്ഞു. ഇത് ഇങ്ങനെ വിചാരിക്കും നിങ്ങൾ അത് തീർന്നു രീതിയിൽ. പുട്ട് വെച്ചിട്ട് ഇനിയും ഉണ്ട് കേട്ടോ, ഒരുപാട് ഫ്രേസ് വെർബ്സ് ഉണ്ട്. പക്ഷെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫ്രേസ് വെർബ്സ് ആണിത്. ഫ്രേസ് വെർബ്സ് പഠിക്കാനുള്ള 2 മാർഗങ്ങൾ, ഒന്ന് സ്വയം എക്സാമ്പിൾ മലയാളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതും, രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് വായിക്കുക, റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക കേട്ടോ, റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. അപ്പൊ 2-3 തവണയൊക്കെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അങ്ങ് മൈൻഡിൽ കയറും. ദെൻ കം അല്ലെ, വരുക അല്ലെ. ആ വരുകയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട കേട്ടോ, നമുക്ക് നോക്കാം. കം അബൌട്ട് മീൻസ് എന്താണ്, സംഭവിക്കുക, ഹാപ്പൺ. അതെങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ ചോദിക്കില്ലേ, കം അബൌട്ട്, അത് എങ്ങനെ സംഭവിച്ചു, അവിടെ അത് എങ്ങനെ പറ്റിയതാണെന്നൊക്കെ ചോദിക്കാൻ കം അബൌട്ട് യൂസ് ചെയ്യും. നോക്കാം, ഹൗ ഡിഡ് ദ ആക്സിഡന്റ് കം അബൌട്ട്. ആ ആക്സിഡന്റ് എങ്ങനെയാണ് ഹാപ്പൻ ചെയ്തത്, ആ ആക്സിഡന്റ് എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് ചോദിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത് മക്കളെ, കം അബൌട്ട്. ഓക്കെ, ക്ലിയർ. ദെൻ കം അക്രോസ് മീൻ ക്രോസ് ചെയ്ത് പോവാന്ന് പറയുന്ന ഒരു മീനിങ് ഇവിടെ കിട്ടും കേട്ടോ. അതിൽ നിന്ന് ചെറുതായിട്ടൊക്കെ ആ മീനിങ് കിട്ടും. അക്രോസ് എന്ന് ചെറുതായിട്ടൊക്കെ കിട്ടും. നമ്മള് ഒരു റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരാളെ കാണാണ് അല്ലെ, പ്രതീക്ഷിക്കാതെ കാണാം കേട്ടോ, ബൈ ചാൻസിനാണ്. അത് നമ്മൾ അവിടെ ആ വ്യക്തിയെ പ്രതീക്ഷിച്ച് കാണുന്നതല്ല കേട്ടോ. ടു മീറ്റ് ബൈ ചാൻസ്, ആകസ്മികമായിട്ട് കണ്ടുമുട്ടുകയാണ് കേട്ടോ. നോക്കാം, ഷി കെയിം അക്രോസ് സം ഓൾഡ് ഫോട്ടോസ് ഇൻ ഡ്രോ. ആളിങ്ങനെ വെറുതെ ഇങ്ങനെ ഡ്രോയൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി പെട്ടെന്ന് അയാളുടെ പഴയ ഫോട്ടോസ് ഒക്കെ ഒന്ന് കണ്ടുമുട്ടി. ഓക്കെ, അതുപോലെ തന്നെ ഷീ കെയിം അക്രോസ് സ്കൂൾ മേറ്റ് അറ്റ് റെയിൽവേ സ്റ്റേഷൻ ചെന്നപ്പോൾ അറിയാതെ പെട്ടെന്ന് എന്ത് ചെയ്തു, പഴയ സ്കൂൾ മേറ്റിനെ കണ്ടുമുട്ടി. അതുപോലെ നമ്മൾ ലൈനൊക്കെ ക്രോസ് ചെയ്ത്, റോഡൊക്കെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ അറിയാതെ പ്രതീക്ഷിക്കാതെ നമ്മുടെ ഒരു പഴയ ഫ്രണ്ടിനെ കാണും അല്ലെ. ഐ മീൻ കം അക്രോസ്.
ഓക്കെ, പ്രതീക്ഷിക്കാതെ ബൈ ചാൻസ് നമ്മൾ കണ്ടുമുട്ടുന്നതിനാണ് കം അക്രോസ് എന്ന് പറയുന്നത്. കമോൺ കമോൺ എന്നാണ് ടു ഹാരി, അത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും അല്ലെ. കമോൺ 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 കം കമോൺ കമോൺ എന്ന് പറയാറില്ല നമ്മള്. കമോൺ കമോൺ കം കാ ഫാസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ. നോ ടൈം ടു വേസ്റ്റ്, കമോൺ എന്നൊക്കെ പറയില്ലേ, കുറച്ച് ധൃതിയാണ് അല്ലെ, പെട്ടെന്ന് 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 എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. കമോൺ വി ആർ ഗോയിങ് ടു ബി ലൈറ്റ്, വൈകിട്ടുണ്ട്, കമോൺ നമുക്ക് ഹറി ആയിട്ട് പെട്ടെന്ന് വേഗത്തിൽ അല്ലെ, ഹറി ആയിട്ട് പെട്ടെന്ന് വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പോകാം. ദെൻ കമോൺ. ദെൻ അടുത്തത് കം ഡൗൺ. എന്താണ് കം ഡൗൺ? ടു ബിക്കം ലെസ് ഇൻ എമൗണ്ട്, ലെവൽ, പ്രൈസ്, എക്സ്ട്രാ. അത് ഓൾറെഡി അതിന്റെ ഈ ഡൗണിനൊക്കെ ഏകദേശം ഒരു ഡൗണിന്റെ മീനിങ് വരുന്നുണ്ട് അല്ലെ, താത്തുക അല്ലെ, ലെസ് ഇൻ എമൗണ്ട്, അതിന്റെ എമൗണ്ട് താത്തി കൊണ്ടുവരാ, ലെവല് പ്രൈസ് ഒക്കെ താത്തുമ്പോ വരും. ദ പ്രൈസ് ഓഫ് ദ ഗ്യാസ് ഈസ് കമ്മിങ് ഡൗൺ, താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഗ്യാസിന്റെ വില. ഓക്കെ, അപ്പൊ എന്താണ് കം ഡൗൺ മീൻസ് എന്താണ്, താഴോട്ട് എന്നുള്ള അർത്ഥത്തിൽ അല്ലെ, കുറഞ്ഞു വരിക, താഴോട്ട് എന്നൊരു അർത്ഥത്തിൽ. ദെൻ കം ബാക്ക്, ബാക്കിനും ആ ഒരു ബാക്ക് എന്ന് അർത്ഥം. ബാക്ക് പറഞ്ഞാൽ എന്താണ്, ബേക്കിലോട്ട് വരിക അല്ലെ, ബാക്ക് പറഞ്ഞാൽ എന്താ, തിരിച്ചു വരിക, ബേക്കിലോട്ട് വരിക അല്ലെ, ആ ഒരു മീനിങ് തന്നെയാണ് റിട്ടേൺ. കം ബാക്ക് മീൻസ് റിട്ടേൺ, തിരിച്ചു വരിക അല്ലെ, തിരിച്ചു വരിക. വാട്ട് ടൈം ആർ യു കമ്മിങ് ബാക്ക്, നീ എപ്പോഴാണ് റിട്ടേൺ ചെയ്യുക, നീ എപ്പോഴാണ് മടങ്ങി വരിക, അല്ലെങ്കിൽ നീ എപ്പോഴാണ് തിരിച്ചു വരിക എന്നൊക്കെ ഒരു അർത്ഥമാണ് കേട്ടോ. റിട്ടേൺ മീൻസ് കം ബാക്ക്. Then come along, then come along, to go somewhere with somewhere അല്ലെ, somewhere with someone. നമ്മൾ ആരുടെയെങ്കിലും ഒക്കെ കൂടെ കമ്പനിക്ക് അങ്ങ് പോയി കൊടുക്കൂലേ, അതിനൊക്കെ നമ്മൾ come along എന്ന് പറയും. നീ നടന്നു, ഞാൻ നിന്റെ കൂടെ വരാം അല്ലെ, നീ പോവാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ വരാം, നമുക്ക് ഒരുമിച്ച് പോവാം, ഞാൻ നിന്റെ കൂടെ, നീ ഹോസ്പിറ്റലിൽ പോവാണെങ്കിൽ ഞാൻ നിന്റെ കൂടെ എന്ത് ചെയ്യാം, സഹായത്തിന് വരാം. ഇങ്ങനെ കൂടെ കൂടുന്നതിനൊക്കെ നമ്മൾ come along എന്ന് പറയുന്നത് കേട്ടോ. If you go to the library, I will come along, ഞാനും നിന്റെ കൂടെ എന്ത് ചെയ്യാ, ഞാനും കൂടെ വരുന്നുണ്ട് നീ ലൈബ്രറിയിലോട്ട് പോവുകയാണെങ്കിൽ. ഓക്കെ, ക്ലിയർ. ദെൻ കം ഔട്ട്, കം ഔട്ട് മീൻസ് പബ്ലിഷ്, ഔട്ട് ചെയ്യുക. ഔട്ട് പറഞ്ഞാൽ എന്താ, പുറത്തോട്ട് എടുക്കുകയാണ് അല്ലെ. എങ്ങനെ ഒന്ന് അറിയപ്പെടുക, ബിക്കം നോൺ, ഒന്ന് പുറത്തോട്ട് പുതുതായിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ പുതുതായിട്ട് പരിചയപ്പെടാനും പുതുതായിട്ട് പുറത്തോട്ട് അറിയിക്കും, പബ്ലിഷ് ചെയ്യാനും റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്യാനൊക്കെ നമ്മൾ കം ഔട്ട് എന്നാണ് പറയുക കേട്ടോ. അതുപോലെ പബ്ലിഷ് ചെയ്യാന്നുള്ളൊരു മീനിങ് നോക്കാം. The new edition will come out the next month അല്ലെ, അടുത്ത മാസം എന്ത് ചെയ്യും, പുതിയ എഡിഷൻ പുറത്തിറങ്ങും അല്ലെ. അടുത്ത മാസം പുതിയ നമ്മുടെ മാഗസിന്റെ പുതിയ എഡിഷൻ പുറത്തിറങ്ങും. അടുത്ത മാസം നമ്മുടെ റിസൾട്ട് പുറത്തു വരും അല്ലെ, കം ഔട്ട് അത് പറയല്ലേ. അതുപോലെ നമ്മൾ കം ഔട്ട് പറഞ്ഞാൽ ഇത് പുറത്ത് പറയുന്നതിന് നമ്മൾ കം ഔട്ട് എന്ന് പറയും കേട്ടോ. ഒരാൾ ഇന്നത്തെ എക്സാമിന്റെ റിസൾട്ട് ഒക്കെ കം ഔട്ട് ചെയ്തു എന്ന് പറയും. ഓക്കെ, കം ഔട്ട് മീൻസ് ബി പബ്ലിഷ്ഡ്. ദെൻ കം ത്രൂ, കം through means എന്താ, to strive a dangerous or difficult situation. ഓക്കെ, എന്താണ്, ഒരു വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ കടന്നു പോവുക അല്ലെ. ത്രൂവിനൂടെ എന്ന് പറയുന്ന ഒരു മീനിങ് ഉണ്ടല്ലോ, ആ ഒരു ലൂടെ അറിയുന്ന മീനിങ് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. എന്ത്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നതിനാണ് നമ്മൾ കം ത്രൂ എന്ന് പറയുന്നത്. ഹി കെയിം ത്രൂ ദ ഓപ്പറേഷൻ വെരി വെൽ, അദ്ദേഹം എന്ത് ചെയ്തു, ആ ഓപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. ആ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെ അദ്ദേഹം എന്ത് ചെയ്തു, കടന്നുപോയി. ഓക്കെ, come out of, be the result of അല്ലെ. എന്താണ് be the result of? Nothing has come out of his frantic effort. frantic means ഭയങ്കര കഠിനമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഹാർഡ് വർക്കിൽ നിന്നും ഒന്നും പുറത്തു വന്നില്ല. come out means അതിന്റെ റിസൾട്ട്, be the result of അല്ലെ, be the result അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് അല്ലെ. അദ്ദേഹം അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിൽ നിന്നും ഒരു റിസൾട്ട് വന്നു എന്ന് നമ്മൾ പറയാനും come out എന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, അടുത്ത് come up to. എന്താണ് come up to? റീച്ച് എന്നർത്ഥമല്ല, റീച്ച് എത്തിച്ചേരുക എന്നർത്ഥം. റീച്ച് എത്തിച്ചേരുക. The children have not come up to his expectation. അവന്റെ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അയാളുടെ പ്രതീക്ഷകൾക്ക് അനുസരിച്ച് ആ മക്കൾ അവിടെ എത്തിച്ചേർന്നിട്ടില്ല, മീൻ റീച്ച് ചെയ്തിട്ടില്ല അല്ലെ. ഞാൻ ഉദ്ദേശിച്ച സമയത്ത് അവരവിടെ റീച്ച് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ച ലെവലിലോട്ട് അവരെന്ത് ചെയ്തിട്ടില്ല, കം അപ് ടു എത്തിയിട്ടില്ല അല്ലെ. അവർ കം അപ് ടു ആയിട്ടില്ല അല്ലെ, അവര് എത്തിച്ചേർന്നിട്ടില്ല നമ്മൾ ഉദ്ദേശിച്ച ലെവലിൽ. ഓക്കെ, ദെൻ കം ആഫ്റ്റർ. കം ആഫ്റ്റർ മീൻസ് എന്താണ്, പെർസ്യൂ മീൻസ് ഫോളോ എന്നർത്ഥം കേട്ടോ. ഫോളോ, പിന്തുടരുക അല്ലെ, പിന്തുടരുക. കം ആഫ്റ്റർ, ആഫ്റ്റർ മീൻസ് ശേഷം. ശേഷം എന്ന് പറയുമ്പോൾ ശേഷമുള്ള ആൾ എന്തായാലും പിന്തുടരാന്നല്ലേ പറയുള്ളൂ. അപ്പൊ നോക്കാം, ഡോണ്ട് ട്രൈ ടു കം ആഫ്റ്റർ മീ, എന്നെ നീ പിന്തുടരരുത്, നീ എന്നെ പിന്തുടരാൻ ശ്രമിക്കരുത്. കം ആഫ്റ്റർ മീൻസ് എന്താണ്, ഫോളോ. ദെൻ
കം ബൈ, കം ബൈ വിസിറ്റ് എന്ന അർത്ഥത്തിലാട്ടോ. നോക്കാം. I will come by this evening and pick up the books. ഞാൻ ഈ ഒരു ഈവനിങ്ങിൽ അവിടെ വരും, ഈവനിങ്ങിൽ അവിടെ വിസിറ്റ് ചെയ്തിട്ട് ഞാൻ ആ ബുക്സും കൊണ്ടുവരും അല്ലെ. എന്താണ് മക്കളെ? ബുക്സും കൊണ്ടുവരും കേട്ടോ. ബുക്സ് അവിടുന്ന് എടുത്തിട്ട് വരും എന്നൊരർത്ഥത്തിൽ. കം ബൈ മീൻസ് എന്താണ്? ജസ്റ്റ് എ വിസിറ്റ്. ഓക്കെ, വിസിറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ കം പുട്ടും കമ്മും കഴിഞ്ഞു. ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണണം, എഴുതിയെടുക്കണം. മലയാളം മീനിങ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയെടുത്തതിന് ശേഷം റിപ്പീറ്റ് ചെയ്ത് മലയാളം മീനിങ് ഒക്കെ വായിക്കണം കേട്ടോ. ഓക്കെ, ദെൻ ഗെറ്റ്. ഫസ്റ്റ് വൺ ഗെറ്റ് ആറ്റ്. എന്താണ് ഗെറ്റ് ആറ്റ്? ഗെറ്റ് ആറ്റിന് എന്താ മക്കളെ മീനിങ് വരുന്നത്? റീച്ച്. ഇതിപ്പോ അവിടെയും കണ്ടല്ലോ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. അങ്ങനെ ഫ്രേസൽ വെർബ്സിലൊക്കെ ഒരുപാട് ഫ്രേസൽ വെർബ്സിന് സെയിം മീനിങ് വരാറുണ്ട് കേട്ടോ. Get at means reach. I can get at their own time. I can get at on their own time. ആ ടൈമിൽ എനിക്ക് അവിടെ എന്ത് ചെയ്യാൻ കഴിയില്ല? എത്താൻ സാധിക്കില്ല കേട്ടോ. റീച്ച് മീൻസ് എന്താണ്? എത്തിച്ചേരുവാൻ സാധിക്കില്ല. ഓക്കെ, ഡു നോട്ട് പുട്ട് knives where children can easily get. ഓക്കെ, ചിൽഡ്രൻസ് ക്യാൻ ഈസിലി ഗെറ്റ് അറ്റ് ദം എന്നാണ് കേട്ടോ. ഗെറ്റ് അറ്റ് ദം എന്ന് പറയും. ഗെറ്റ് അറ്റ് ദം എന്താണ് ഇവിടെ? ഗെറ്റ് അറ്റ് എന്ന് പറയുന്നതിന് മീനിങ് ആട്ടോ. ഐ മീൻ കുട്ടികൾക്ക് എത്തുന്നിടത്ത്, കുട്ടികൾക്ക് റീച്ച് ആവുന്ന സ്ഥലത്ത് എന്ത് വെക്കരുത്? കത്തി ഒന്നും വെക്കരുത് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ റീച്ച് എത്തിച്ചേരുക, അല്ലെങ്കിൽ എത്താൻ സാധിക്കുന്ന സ്ഥലത്ത് റീച്ച് എത്തിച്ചേരുക, എത്തിപ്പിടിക്കാൻ കഴിയുക. ആ ഒരു മീനിങ്ങിലൊക്കെയാണ് നമ്മുടെ എന്ത് യൂസ് ചെയ്യുന്നത്? ഗെറ്റ് അറ്റ് മീൻസ് റീച്ച്. ക്ലിയർ? Then get off. Get off means get off. To leave vehicle like train, bus. അല്ലെ, ഒരു വണ്ടിയിൽ നിന്നും ഏതെങ്കിലും ഒരു വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന നമ്മൾ എന്ത് പറയും? ഗെറ്റ് ഓഫ് എന്ന് പറയും. ഒരു വണ്ടിയിൽ നിന്നൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ എന്ത് പറയും? ഗെറ്റ് ഓഫ്. ഇഫ് ട്രെയിൻ വിൽ സ്റ്റാർട്ട് വി ഹാവ് ടു ഗെറ്റ് ഓഫ് ദ ബസ്. എന്താണ്? ഇഫ് റെയിൻ വിൽ സ്റ്റാർട്ട് വി ഹാവ് ടു ഗെറ്റ് ഓഫ് ദ ബസ്. എന്താണ്? മഴ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്ത്? വി ഹാവ് ടു ഗെറ്റ് ഓഫ് ദ ബസ്. ബസ്സിൽ നിന്നും എന്ത് ചെയ്തു? ടു ലീവ്. ബസ്സിൽ നിന്നും പുറത്തു വന്നു അല്ലെ. ഗെറ്റ് ഓഫ് മീൻസ് എന്താണ്? ടു ലീവ്, ഇറങ്ങുക. ഓക്കെ, ഡോണ്ട് ഗെറ്റ് ഓഫ് എ ട്രെയിൻ വൈൽ ഇറ്റ്സ് മൂവിങ്. ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങരുത്, ലീവ് ചെയ്യരുത്. ഓക്കെ, ദെൻ ഗെറ്റ് ത്രൂ. ടു ബി കണക്റ്റഡ് ബൈ ഫോൺ അല്ലെ. ഒരു വ്യക്തിയെ ഫോണിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗെറ്റ് ത്രൂ പറയും അല്ലെ. നോക്കാം. ഷീ ഗോട്ട്. ഗെറ്റിന് നമ്മൾ ഗോട്ട് എന്ന് കൊടുത്തത് പാസ്റ്റ് ആയിട്ട് കൊടുത്തു കേട്ടോ. ആ സെന്റൻസിനനുസരിച്ച് മാറ്റിയതാണ്. ഷീ ഗോട്ട് ത്രൂ ടു എ റോങ് ഡിപ്പാർട്ട്മെന്റ്. അവൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തിട്ട് അവൾ എത്തിച്ചേർന്നത് എവിടെയാണ്? ഒരു റോങ്, തെറ്റായ ഡിപ്പാർട്ട്മെന്റിലാണ് കേട്ടോ. ഐ കാണ്ട് ഗെറ്റ് ത്രൂ ഇൻ ദിസ് നമ്പർ. എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ഫോണിലൂടെ ആ നമ്പറിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല. ഓക്കെ, അടുത്തത് he prepared well but he did not get through the examination. ഇവിടെ പാസ് എന്നൊരർത്ഥം ഗെറ്റ് ത്രൂവിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗെറ്റ് ത്രൂവിന് പാസ് എന്നൊരു എക്സാം കൊടുത്തിട്ടുണ്ട്. ഹി പ്രിപ്പയർഡ് വെൽ, അവൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരുന്നു. ബട്ട് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ത്രൂ ദ എക്സാം. പക്ഷെ എക്സാം അവന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? പാസ് ചെയ്യാൻ. മീൻ എക്സാമിലൂടെ അവന് പാസ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഐ മീൻസ് എക്സാം അവന് പാസ് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരർത്ഥം. ഓക്കെ, ഗെറ്റ് അറൗണ്ട്. ഗെറ്റ് അറൗണ്ട്, അറൗണ്ട് അല്ലെ. അറൗണ്ടിന് ഒരു ആറ് മതി കേട്ടോ. ഗെറ്റ് അറൗണ്ട് എന്താണ്? ഗെറ്റ് അറൗണ്ട്. ഗെറ്റ് എ റൗണ്ട് അല്ല കേട്ടോ, ഗെറ്റ് അറൗണ്ട് ആണ്. അവിടെ ഒരു ആറിന്റെ ആവശ്യമില്ല എന്നേ ഉള്ളൂ കേട്ടോ. ടു ട്രാവൽ ടു ഡിഫറെന്റ് പ്ലേസ് അല്ലെ. ഒരു ഡിഫറെന്റ് പ്ലേസിൽ, ഇവിടെ നിന്ന് മറ്റൊരു പ്ലേസിലോട്ടൊക്കെ വേറെ പ്ലേസിലോട്ട് എന്ത് ചെയ്യാ? യാത്ര ചെയ്യാം. ഓക്കെ, ഐ വിൽ ഗെറ്റ് അറൗണ്ട് ഫ്രം ടൗൺ ടു ടൗൺ. എന്താണ് മക്കളെ? ഗെറ്റ് അറൗണ്ട് ഫ്രം ടൗൺ ടു, ടൗണിൽ നിന്ന് മറ്റൊരു ടൗണിലോട്ട് ട്രാവൽ ചെയ്യുക. വി യൂസ് പബ്ലിക് ട്രാൻസ്പോർട്ട് ടു ഗെറ്റ് അറൗണ്ട്. യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു പ്ലേസിൽ നിന്നും മറ്റൊരു പ്ലേസിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഴ്സ് ഇല്ലേ, ബസ് ഒക്കെ ഉള്ള, ഓട്ടോറിക്ഷ ഒക്കെ പോലെ, ട്രെയിനൊക്കെ പോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഞാൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകാൻ എന്ത് ചെയ്തു? യൂസ് ചെയ്തു. ഐ മീൻ ഗെറ്റ് അറൗണ്ട് മീൻസ് ടു ട്രാവൽ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. ഓക്കെ, ദെൻ ഗെറ്റ് ഓവർ.
ടു ഓവർകം. ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ ടു ഓവർകം അല്ലെ. നമ്മൾ ആ പ്രശ്നത്തിലേക്ക് ഓവർകം ചെയ്യാന്നൊക്കെ പറയാറില്ലേ. നമുക്ക് ആ പ്രശ്നത്തിന് ഞാൻ എങ്ങനെ ഗെറ്റ് ഓവർ ചെയ്യുമെന്ന് ചോദിക്കാം. ഞാൻ ആ പ്രശ്നത്തിന് എങ്ങനെ ഗെറ്റ് ഓവർ ചെയ്യും, ഞാൻ ഈ എക്സാം എങ്ങനെ ഗെറ്റ് ഓവർ ചെയ്യും അല്ലെ, ഞാൻ ഇതൊക്കെ പാട് എങ്ങനെയാണൊന്ന് ഗെറ്റ് ഓവർ ചെയ്യുക, ഞാൻ ഇതൊക്കെ പാട് എങ്ങനെയാണൊന്ന് ഓവർകം ചെയ്യുക എന്നുള്ളൊരു മീനിങ്. ഓക്കെ, ഹൗ ഡിഡ് യു ഗെറ്റ് ഓവർ ദാറ്റ് പ്രോബ്ലം, എങ്ങനെയാണ് നീ ആ പ്രോബ്ലം ഓവർകം ചെയ്യുക എന്നൊരു മീനിങ്. അപ്പൊ ഗെറ്റ് ഓവർ മീൻസ് ടു ഓവർകം. ഓക്കെ, ഓവർകം ചെയ്യുക കേട്ടോ, ഒരു പ്രശ്നത്തിന് ഓവർകം ചെയ്തു പോവുക മുന്നോട്ട്. ഓക്കെ, അതിജീവിക്കുക എന്നൊരർത്ഥമൊക്കെ കേട്ടോ. ഗെറ്റ് അഹെഡ് മീൻസ് ടു ബി സക്സീഡ്. എന്താണ് ടു ബി സക്സീഡ്? എന്തെങ്കിലും ഒരു സക്സസ് ആവാം അല്ലെ. ഹി വാണ്ട്സ് ടു ഗെറ്റ് ഹെഡ് in his career. He wants to get ahead in his career. ഓക്കെ, എന്താണ് അദ്ദേഹത്തിന് വേണ്ടത്? അദ്ദേഹത്തിന്റെ കരിയർ. he wants to get ahead in his career. അദ്ദേഹത്തിന്റെ കരിയർ എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് സക്സസ് ആക്കണം. to be success. ഓക്കെ, get down. ഓക്കെ, to give a serious attention. എന്താണ്? വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കുക. ഓക്കെ, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ശ്രദ്ധ കൊടുക്കുക. ലെറ്റ്സ് ഗെറ്റ് ഡൗൺ ടു വർക്ക്. ആ വർക്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് കൂടുതൽ സീരിയസ് ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത ഗെറ്റ് അലോങ്. ടു ഹാവ് എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. ഒരാളുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനാണ് നമ്മൾ ഗെറ്റ് അലോങ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുമായിട്ട് എനിക്ക് വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് അല്ലെ. ഗെറ്റ് അലോങ് വിത്ത് ഹിം. ആ വ്യക്തിയുമായിട്ട് എനിക്ക് വളരെ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പാണ് എന്ന് പറഞ്ഞ് നമ്മൾ ഗെറ്റ് അലോങ് യൂസ് ചെയ്യും. നോക്കാം. ഇറ്റ്സ് ഇമ്പോസിബിൾ ടു ഗെറ്റ് അലോങ് വിത്ത് ഹെർ. അവളുമായിട്ട് ഒരു നല്ല റിലേഷൻഷിപ്പിൽ മുന്നോട്ട്, ഫ്രണ്ട്ഷിപ്പിലുള്ള ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് അവളുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ, അത് സാധിക്കില്ല. സോ ഗെറ്റ് അലോങ് മീൻസ് ടു ഹാവ് എ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ്. ഒരു വ്യക്തിയുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ടാവുക എന്നുള്ളതിനാണ് നമ്മൾ ഗെറ്റ് അലോങ് എന്ന് യൂസ് ചെയ്യുന്നത്. ദെൻ ഗെറ്റ് അപ്പ്. ഇത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലെ. ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ഗെറ്റ് അപ്പിന് വോക്കപ്പ് എന്നാണ് യൂസ് ചെയ്യുക. വോക്കപ്പ് മീൻസ് എന്താ? എണീക്കുക. ഐ ഗെറ്റ് അപ്പ് ഏർലി മോർണിംഗ്. ഞാൻ എന്ത് ചെയ്യും? രാവിലെ എണീക്കും എന്നുള്ളൊരു മീനിങ്. ഓക്കെ, അടുത്തൊരു മീനിങ് കൊടുത്താം. The students get up study. Get up ന് ഇവിടെ സ്റ്റഡി എന്ന് പഠിക്കുക. സ്റ്റുഡൻസ് ഗെറ്റ് അപ്പ് എ നമ്പർ ഓഫ് സബ്ജക്ട് ഫോർ ദ എക്സാമിനേഷൻ. എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് സബ്ജക്ട് ഗെറ്റ് അപ്പ് ചെയ്യുന്നുണ്ട്. ഗെറ്റ് അപ്പ് മീൻസ് സ്റ്റഡി, പഠിക്കുക. മറ്റൊരു മീനിങ് ഗെറ്റ് അപ്പ് മീൻസ് വാക്ക് അപ്പ്, എണീക്കുക എന്നുള്ളൊരു മീനിങ്. ക്ലിയർ? ഗെറ്റ് അവേ. എന്താണ് ഗെറ്റ് അവേ? ഗെറ്റ് അവേ മീൻസ് ടു ലീവ് ഓർ എസ്കേപ്പ് ഫ്രം. ടു ലീവ് ഓർ എസ്കേപ്പ് ഫ്രം, അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക അല്ലെ, അതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുക അല്ലെ, അവിടുന്ന് ഓടി രക്ഷപ്പെടുക, അല്ലെങ്കിൽ അവിടുന്ന് പുറത്തോട്ട് ഇറങ്ങി പോവുക. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഗെറ്റ് അവേ പറയുക. ഐ വിൽ ഗെറ്റ് അവേ ഫ്രം വർക്ക് ആസ് സൂൺ ആസ് ഐ. എനിക്ക് കഴിയാവുന്ന അത്രയും പെട്ടെന്ന് ഞാൻ ഈ വർക്കിന്റെ അവിടെ നിന്ന് എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യും അല്ലെ. വർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലോ അല്ലാതെ എത്രയും പെട്ടെന്ന് ഞാൻ എന്ത് ചെയ്യും? ആസ് സൂൺ ആസ് ഐ കാൻ. എനിക്ക് കഴിയാവുന്നില്ല അത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും? ഈ വർക്കിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും മക്കളെ? ടു ലീവ് അല്ലെങ്കിൽ എസ്കേപ്പ് ഫ്രം. ഓക്കെ, ദെൻ ഗെറ്റ് ഓൺ. ഗെറ്റ് ഓൺ മീൻസ് എന്താ? കണ്ടിന്യൂ ചെയ്യുക അല്ലെ. ഒരു കാര്യം തുടർന്ന് പോവുക, മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഒരു കാര്യം മാനേജ് ചെയ്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടിന്യൂ ആവുക. ഓക്കെ, നോക്കാം. ഷീ കാൻ ഗെറ്റ് ഓൺ വിത്ത് ഹെർ ന്യൂ ബോസ്. അവരുടെ പുതിയ ബോസുമായിട്ട് അവർക്ക് അങ്ങനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ വയ്യ എന്നാണ് പറയുന്നത്. ഓക്കെ, മാനേജ് ചെയ്ത് മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. ദെൻ ഗെറ്റ് കഴിഞ്ഞു. ടേക്ക്. എന്താണ് മക്കളെ? ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് മീനിങ് നിങ്ങൾ എന്തായാലും തെറ്റൂല അല്ലെ. ടേക്ക് ഓഫ് നിങ്ങൾ എപ്പോഴും കാണും, ടിവിയിലൊക്കെ കാണാറുണ്ടാവും അല്ലെ. എന്ത് ദ പ്ലെയിൻ വിൽ ടേക്ക് ഓഫ് എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ എന്ത് ചെയ്യും? എയറോപ്ലെയിൻസ് ഒക്കെ പ്ലെയിൻസ് ഒക്കെ എടുക്കുന്നതിന് നമ്മൾ ടേക്ക് ഓഫ് എന്നാ പറയാം അല്ലെ. ഓഫ് എന്ന് പറയുമ്പോൾ അതോടെ ഓഫ് ആക്കി ഇടുക നിങ്ങൾ വിചാരിക്കരുത്. എയറോപ്ലെയിൻസ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ടേക്ക് ഓഫ് എന്നാണ് പറയാം. ഓക്കെ, ഇതെന്ന് നോക്കാം. ടേക്ക് ഓഫ്. സ്റ്റാർട്ട്. The plane will take off in 2 hours. പ്ലെയിൻ എന്ത് ചെയ്യാണ് മക്കളെ? 2 hours-നുള്ളിൽ 2 hours-നുള്ളിൽ എന്ത് ചെയ്യും? പ്ലെയിന് ടേക്ക് ഓഫ് ചെയ്യും അല്ലെ, എടുക്കും അല്ലെ. ടേക്ക് ഓഫ് മീൻസ് ടു ബിഗിൻ ഫ്ലൈറ്റ് അല്ലെ, പറക്കാൻ വേണ്ടിയിട്ട് റെഡി ആവും. ഓക്കെ, അടുത്തത് ടേക്ക് ഓൺ. ടേക്ക് ഓൺ മീൻസ് എന്താണ്? ടു അക്സെപ്റ്റ്
ജോബ് ഓർ റെസ്പോൺസിബിലിറ്റി. എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കുക, അല്ലെ, അക്സെപ്റ്റ് ചെയ്ത് ഏറ്റെടുക്കുക. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിയായി ഏറ്റെടുക്കുക. ഇനി അത് ചെയ്യാൻ വേണ്ടി റെഡി അല്ലെങ്കിലും നമ്മൾ അങ്ങനെ തരും. ആ ഒരു കാര്യം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാം, ആ ജോബ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയാൻ നമ്മൾ ടേക്ക് ഓൺ യൂസ് ചെയ്യും. ആ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറയാൻ നമ്മൾ ടേക്ക് ഓൺ യൂസ് ചെയ്യും. ഓക്കെ, ടു അക്സെപ്റ്റ് എ ജോബ് ഓർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, നോക്കാം. ഉത്തരവാദിത്തം എന്നാട്ടോ റെസ്പോൺസിബിലിറ്റി എന്നൊക്കെ പറഞ്ഞ. ഡോണ്ട് ടേക്ക് ഓൺ മോർ റെസ്പോൺസിബിലിറ്റീസ് ദാൻ യു ക്യാൻ ഹാൻഡിൽ. നിനക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നീ ഏറ്റെടുക്കരുത് എന്നർത്ഥത്തിൽ. ഓക്കെ, ടേക്ക് ഓൺ മീൻസ് എന്താണ്? ടു അക്സെപ്റ്റ് എ ജോബ് ഓർ റെസ്പോൺസിബിലിറ്റി. ഒരു ജോലിയോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസിബിലിറ്റിയോ ഏറ്റെടുക്കുക അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക. ദെൻ ടേക്ക് അപ്പ്. അക്സെപ്റ്റഡ് എന്നൊരു മീനിങ് തന്നെയാണ് കേട്ടോ. ടു ബിഗിൻ എ ന്യൂ ഹോബി, അല്ലെ, ഒരു പുതിയ ഹോബി സ്റ്റാർട്ട് ചെയ്യുക എന്നൊരർത്ഥത്തിലാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു അർത്ഥമുണ്ട്. ഒരു പുതുതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ടേക്കപ്പ് എന്ന് പറയും. എക്സാമ്പിൾ നോക്കാം. He has take up the post of supervisor. അദ്ദേഹം എന്ത് ചെയ്തു മക്കളെ? ഒരു പുതിയ കാര്യമാണ് ചെയ്തിട്ടുള്ളത്. എന്താണ്? ആ സൂപ്പർവൈസറിന്റെ ജോലി അദ്ദേഹം എന്ത് ചെയ്യും? ടേക്കപ്പ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പുതിയ ജോലി അദ്ദേഹം എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിലും ടേക്ക് അപ്പ്. Then I'm not good at volleyball. ഞാൻ വോളിബോൾ കളിയിൽ അത്ര ഉഷാറല്ല. I only took up it recently. അതുകൊണ്ട് എന്ത് ചെയ്തു? ഞാനത് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു, അല്ലെ, അതങ്ങ് പുതുതായിട്ട് പഠിക്കാൻ തന്നെ തീരുമാനിച്ചു. ഓക്കെ, then take after. To assemble somebody, അല്ലെ, to assemble somebody, അല്ലെ, സോറി, to resemble somebody ട്ടോ, ഒരാൾക്ക് പകരം. ടേക്ക് ആഫ്റ്റർ, അല്ലെ, ടേക്ക് ആഫ്റ്റർ, ലുക്ക് ആഫ്റ്റർ, ടേക്ക് ആഫ്റ്റർ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ടേ. ആ വ്യക്തിക്ക് ശേഷം ഞാൻ ഇത് ഏറ്റെടുത്തോളാം, അല്ലെ, അങ്ങനെ പറയാറില്ലേ. റിസംബിൾസ് ആണ്, അതിനുശേഷം അതിന് പകരം ആ വ്യക്തി നിൽക്കാം എന്നുള്ള ഒരു അർത്ഥത്തിൽ യൂസ് ചെയ്യും. നോക്കാം. He takes after his father. അദ്ദേഹത്തിന്റെ ഫാദറിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യും? റിസംബിൾ ചെയ്യും. അതിന് പകരക്കാരനായിട്ട് അദ്ദേഹം വന്നു നിൽക്കും, അല്ലെ. അതിന് പിന്തുണാവകാശിയായിട്ട് ഞാൻ തന്നെ ആ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ടേക്സ് ആഫ്റ്റർ ചെയ്യും, അല്ലെ. അല്ലെങ്കിൽ ആ മുത്തശ്ശന് ശേഷം ഞാൻ എന്ത് ചെയ്യും? എന്റെ ബിസിനസ് എല്ലാം ഞാൻ ടേക്ക് ആഫ്റ്റർ ചെയ്യും അച്ഛന് ശേഷം. അല്ലെങ്കിൽ ആ സ്ഥാനം, അച്ഛന്റെ സ്ഥാനം ഞാൻ അച്ഛന് ശേഷം എന്ത് ചെയ്യും മക്കളെ? ടേക്ക് ആഫ്റ്റർ ചെയ്യും. ക്ലിയർ? ടേക്ക് ഔട്ട്. To remove something from its place. To remove something from its place. അതിന്റെ സ്വന്തം സ്ഥലത്ത് നിന്ന്, ഒരു വസ്തുവിന്റെ സ്വന്തമായിട്ട് ഉറച്ചു നിൽക്കുന്ന അതിന്റെ സ്ഥലത്ത് നിന്നും എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ഓക്കെ, ഒരുപാട് കാലമായിട്ട് ഒരു മരമായിട്ട് ഒരു പ്ലേസിലുണ്ട്. അത് അവിടുന്ന് പിഴുതു മാറ്റി അല്ലെങ്കിൽ അത് അവിടുന്ന് മുറിച്ചു മാറ്റിയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? ടേക്ക് ഔട്ട് എന്ന് പറയും. നോക്കാം, നമുക്ക് എക്സാമ്പിൾ നോക്കാം. The dentist has to take out this ടൂത്ത്, അല്ലെ. ആ പല്ലുകൾ എന്ത് ചെയ്തു? ഡെന്റിസ്റ്റ് അവിടുന്ന് പറിച്ചു കളഞ്ഞു. കറക്റ്റ് ആയിട്ട് ഒരു പ്ലേസിൽ ഉറച്ചു നിന്നൊരു സാധനമായിരുന്നു, അല്ലെ. ടു റിമൂവ് സംതിങ് ഫ്രം ഇറ്റ്സ് പ്ലേസ്. അതിന്റെ പ്ലേസിൽ നിന്നും അത് പറിച്ചു കളയുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്തു മക്കളെ? അതിന്റെ പ്ലേസിൽ നിന്നും അത് എടുത്തു കളയുക എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ എന്ത് യൂസ് ചെയ്തു? ടേക്ക് ഔട്ട്. ക്ലിയർ? ദെൻ ടേക്ക് ഇൻ. എന്താണ്? ടേക്ക് ഇൻ, അല്ലെ. നോക്കാം. ഡിസീവ്ഡ് മീൻസ് ചതിക്കപ്പെടുക, അല്ലെ, വഞ്ചിക്കുക, അല്ലെ, അറിഞ്ഞുകൊണ്ട് പറ്റിക്കുക. ഓക്കെ, ദെൻ അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കുക എന്നൊരർത്ഥം. നോക്കാം. ഡോണ്ട് ബി ടേക്കൺ ഇൻ ബൈ ഹിസ് സ്വീറ്റ് വേർഡ്സ്. ഡോണ്ട് ബി ടേക്കൺ ബൈ ഹിസ് സ്വീറ്റ് വേർഡ്സ്. അദ്ദേഹത്തിന് ആ മധുരമുള്ള വാക്കുകളിൽ പോയിട്ട് ചതിപ്പെടണ്ട എന്ന്. ഡിസീവ്ഡ് മീൻസ് ഇവിടെ ചതി. ചില ആളുകൾ മധുരമുള്ള വാക്കുകൾ പറഞ്ഞൊക്കെ നമ്മൾ പറ്റിക്കും, അല്ലെ, ചതിയിൽ പെടുത്തും. സോ ഡോണ്ട് ബി ടേക്കൺ ഇൻ ബൈ ഹിസ് സ്വീറ്റ് വേർഡ്സ്. അദ്ദേഹത്തിന്റെ മധുരമുള്ള ആ വാക്കുകളിൽ പോയിട്ട് ചതിക്കപ്പെടരുത്. Then he listened to the classical music without taking it in. അദ്ദേഹത്തിന് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല, ക്ലാസിക്കൽ മ്യൂസിക്കിനെ കുറിച്ചൊക്കെ കേട്ടോ. പക്ഷെ എന്ത് ചെയ്യും മക്കളെ? അദ്ദേഹം അതെന്ത് ചെയ്യും? ടേക്ക് ഇൻ ചെയ്യും. എന്താണ്? ടേക്ക് ഇൻ ചെയ്യും. ടേക്ക് ഇൻ ചെയ്യും പറഞ്ഞാൽ എന്താണ്? ഒന്നും അറിയില്ലെങ്കിലും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ശ്രമിക്കുകയാണ് കേട്ടോ, കേൾക്കുകയാണ്. ഓക്കെ, ദെൻ ടേക്ക് ഔട്ട്. Take down. To write on a paper. ടേക്ക് ഡൗൺ. ഇത് നമ്മൾ പൊതുവെ പറയാറുണ്ട് കേട്ടോ. നമ്മൾ പറയും, ഞാൻ പറയുന്നതൊക്കെ ടേക്ക് ഡൗൺ ചെയ്തോളൂ എന്ന് പറയല്ലേ. ടേക്ക് ഡൗൺ ചെയ്യൂല്ലേ? നമ്മൾ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പറയും, ഞാൻ പറയുന്ന എല്ലാ പോയിന്റ്സുകളും നിങ്ങൾ ടേക്ക് ഡൗൺ ചെയ്തോളൂ എന്ന് പറയും കേട്ടോ.
ഇനി അപ്പൊ നമ്മള് സ്കൂളിലൊക്കെ പറയുമ്പോൾ ടീച്ചേഴ്സിന് പറയാം, നമ്മൾ പറയാറുണ്ടോന്ന് അറിയില്ല, ടീച്ചേഴ്സ് പറയാറുണ്ട് ടേക്ക് ഡൗൺ ചെയ്തോളൂ. ഞാൻ പറയുന്ന എല്ലാ പോയിന്റ്സും ടേക്ക് ഡൗൺ ചെയ്തെടുത്തോളൂ. ഓക്കെ, ദെൻ ടേക്ക് ഡൗൺ മീൻസ് ടു റൈറ്റ് ഓൺ എ പേപ്പർ. ഐ ക്യാൻ ടേക്ക് ഡൗൺ ദ മെസ്സേജസ് ദാറ്റ് കം ഇൻ. എനിക്ക് വന്ന എല്ലാ മെസ്സേജുകളും ഞാൻ എന്ത് ചെയ്തു, എഴുതിയെടുത്തു. ഓക്കെ, ദെൻ ടേക്ക് അവേ ടു റിമൂവ് സംതിങ്. ഒരു സാധനം എന്ത് ചെയ്യാം, മൂവ് ചെയ്യുക, മാറ്റി വെക്കുക കേട്ടോ. അവിടെ നിന്നും റിമൂവ് ചെയ്യുക, അവിടെ നിന്നും ഒഴിവാക്കുക അല്ലെങ്കിൽ മാറ്റി വെക്കുക എന്നർത്ഥത്തിൽ കേട്ടോ. റിമൂവ് മീൻസ് ഒഴിവാക്കുക. പ്ലീസ് ടേക്ക് അവേ ദാറ്റ് പിക്ചർ, ഇറ്റ്സ് ഹോറിബിൾ. അവിടെ നിന്നും ആ പിക്ചർ ഒന്ന് എടുത്ത് മാറ്റിക്കുക, ഭയങ്കര ഭയാനകരമായിട്ട് തോന്നുന്നു, വളരെ അതുപോലെ വൃത്തിയില്ല, അതൊന്ന് എടുത്ത് മാറ്റിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇതൊക്കെ ഒന്ന് ടേക്ക് അവേ ചെയ്തേ, ഇതൊന്നും ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വൃത്തിയാവുന്നില്ല, അങ്ങനെ പറയാറില്ലേ. അപ്പൊ നമ്മൾ എന്ത് യൂസ് ചെയ്യണം മക്കളെ, ടേക്ക് അവേ മീൻസ് ടു റിമൂവ് അല്ലെ. എന്താണ്, പ്ലീസ് ടേക്ക് അവേ ദാറ്റ് പിക്ചർ, ഇറ്റ്സ് ഹോറിബിൾ. അത് ഇവിടുന്ന് മാറ്റിവെക്ക്, കാരണം അത് എന്താണ്, ഹൊറിബിൾ ആയിട്ട് ഫീൽ ചെയ്യാണ് അല്ലെ, ഭയാനകരമായിട്ട് തോന്നുന്നു. ടേക്ക് ഓവർ, ടു ഗെറ്റ് കൺട്രോൾ ഓഫ് സംതിങ്, ടു ഗെറ്റ് കൺട്രോൾ ഓഫ് സംതിങ് അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം കൺട്രോൾ ചെയ്തെടുക്കുക അല്ലെ. നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പൊ ക്ലാസ് ഒക്കെ നമ്മൾ തകർത്തെടുത്തിട്ട് ടേക്ക് ഓവർ ചെയ്യും അല്ലെ. അതുപോലെ വലിയ വലിയ ആളുകളൊക്കെ മുമ്പിൽ വന്ന് നിന്നിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഈ താഴെയുള്ള ആളുകളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി മീറ്റിംഗൊക്കെ എടുത്ത് അവരെ ടേക്ക് ഓവർ ചെയ്ത് കൊടുക്കാറുണ്ട് അല്ലെ. നമ്മുടെ സ്കൂളിലെ HM മീറ്റിംഗൊക്കെ എടുത്ത് വന്നിട്ട് എന്ത് ചെയ്യാറുണ്ട് മക്കളെ, ടേക്ക് ഓവർ ചെയ്യാറുണ്ട് കേട്ടോ. ടു ഗെറ്റ് കൺട്രോൾ ഓഫ് സംതിങ്, എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്യുക കേട്ടോ. ഹി ടുക്ക് ഓവർ ദ കമ്പനി, അവൻ ആ കമ്പനി എന്ത് ചെയ്യാണ് മക്കളെ, കൺട്രോൾ ചെയ്യാണ് കേട്ടോ. ടു ഗെറ്റ് കൺട്രോൾ ഓഫ് സംതിങ്, ടുക്ക് ഓവർ മീൻസ് എന്താണ് മക്കളെ, കൺട്രോൾ ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം കൺട്രോളില്ല, നമ്മുടെ സ്വന്തം കൺട്രോളിൽ ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, ദെൻ ടേക്ക് അഗെയിൻസ്റ്റ്. ഓക്കെ, സ്റ്റാർട്ട് ടു ഡിസ്ലൈക്ക്, എന്തെങ്കിലും ഒരു കാര്യത്തെ ഇഷ്ടമില്ലാതെ തുടങ്ങുക. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യത്തോട് ഇഷ്ടമില്ലാതെ തുടങ്ങുക അല്ലെ, ഇഷ്ടമില്ലായ്മ തുടങ്ങുക എന്തെങ്കിലും ഒരു കാര്യത്തിനോട്. നോക്കാം, വൈ ഹാവ് യു സഡൻലി ടേക്കൻ അഗെയിൻസ്റ്റ്. എത്ര പെട്ടെന്ന്, ഇപ്പൊ എന്താ ഇങ്ങനെ പെട്ടെന്ന് അവളായിട്ടൊരു ടേക്കൻ അഗെയിൻസ്റ്റ് വന്നത്, ഇപ്പൊ തുടങ്ങിയതാണ് അല്ലെ. ടു സ്റ്റാർട്ട് ഡിസ്ലൈക്ക്, അവളോട് ഇപ്പൊ ഒരു ഇഷ്ടമില്ലായ്മ ഇപ്പൊ അടുത്ത് തുടങ്ങിയതാണ് അല്ലെ. അതുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ടേക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യും അല്ലെ. ചില കാര്യങ്ങളൊക്കെ ആദ്യം നമുക്ക് ഇഷ്ടമായിരിക്കും, പിന്നെ നമുക്ക് എന്ത് ചെയ്യും, അടുത്ത് തുടങ്ങും, നമുക്ക് എന്താകും, ടേക്ക് അഗെയിൻസ്റ്റ് ആകും, ഒരു ഇഷ്ടമില്ലായ്മ തുടങ്ങും അല്ലെ ചില വസ്തുക്കളോടൊക്കെ. അതാണ് ടേക്ക് അഗെയിൻസ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ഗോ ഹാഡ്, എന്താണ്, ഗോ ഹാഡ്. പ്രൊസീഡ് ടു ബിഗിൻ, ഇത് നമ്മൾ പറയല്ലോ, ഗോ ഹാഡ്. ഓക്കെ, നീ കാര്യങ്ങൾ ചെയ്തോളൂ, ഗോ ഹാഡ്, ഞാൻ വന്നോളാം. നമ്മളൊക്കെ പറയാറില്ലേ, നമ്മളൊരു മീറ്റിങ്ങോ ക്ലാസ്സോ ഒക്കെ എടുക്കാൻ തുടങ്ങി, നമ്മൾ ഒരാളെ വെയിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആവശ്യമൊന്നുമില്ല, ഗോ ഹാഡ്, ഞാൻ പിന്നീട് വന്നോളാം, നീ സ്റ്റാർട്ട് ചെയ്തോളൂ അല്ലെ എന്ന് പറയാറുണ്ട് അല്ലെ. പ്രൊസീഡ് ടു ബിഗിൻ, നീ എന്ത് ചെയ്യാ, നീ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കോളൂ. കെൻ ഐ ആസ്ക് യു എ ക്വസ്റ്റ്യൻ, ഗോ ഹാഡ്. ഒരാളോട് പെർമിഷൻ ചോദിച്ചിട്ടാട്ടോ ഇത് പറയാറുള്ളത്. നമ്മൾ ഒരാളോട് പെർമിഷൻ ചോദിച്ചു തുടങ്ങുമല്ലോ, അതിനാണ് നമ്മൾ ഈ ഗോ ഹാഡ് എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളൊരാൾക്ക് പെർമിഷൻ ചോദിച്ചു തുടങ്ങുമ്പോൾ ആൾ നമുക്ക് പെർമിഷൻ തരുമ്പോൾ നമ്മൾ അത് തുടങ്ങിക്കോളും, അറിയില്ലേ. അത് ഒരാളുടെ പെർമിഷൻ ഉണ്ടാവും അതിൽ എപ്പോഴും കേട്ടോ. എന്താണ്, ഗോ ഹാഡ് അല്ലെ, അത് തുടങ്ങിക്കോളൂ. ഓക്കെ, ക്യാൻ യു ആസ്ക് എ ക്വസ്റ്റ്യൻ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഗോ ഹാഡ് എന്ന് പറയുമ്പോ എന്താ, കണ്ടിന്യൂ ചോദിച്ചോളൂ എന്നൊരു അർത്ഥത്തിൽ കേട്ടോ. പ്രൊസീഡ് ചെയ്തോളൂ. ഗോ ഇൻ മീൻസ് എന്താ, ടു എൻറ്റർ, ഉള്ളിലോട്ട് പ്രവേശിക്കുക. ഓക്കെ, ഇറ്റ്സ് പൊളൈറ്റ് ടു നോക്ക് ബിഫോർ യു ഗോ ഇൻ. എന്താണ്, ബിഫോർ യു ഗോ ഇൻ, പൊളൈറ്റ് ടു നോക്ക്, എന്ത് ചെയ്യാ, നോക്ക് ചെയ്യാ, എന്ത് ചെയ്യാണ്, എൻറ്റർ ചെയ്യുന്നതിന് മുമ്പ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്ത് ചെയ്യാ, നമ്മളൊരു വീട്ടിലോട്ടൊക്കെ കയറുമ്പോ എന്ത് ചെയ്യാണ്ട്, ബെല്ലടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് മുട്ടിയിട്ട് കയറാം കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോ നമ്മുടെ വീട്ടിലുള്ള നമുക്ക് വളരെ അടുത്ത ബന്ധുക്കളാണെങ്കിൽ നമ്മൾ അവരുടെ റൂമിൽ, നമ്മളൊരാളുടെ റൂമിലോട്ട് കയറി ചെല്ലുമ്പോ എന്ത് ചെയ്യാ, ഒന്ന് മുട്ടിയിട്ടൊക്കെ കയറി ചെല്ലുക. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് മക്കളെ, ഗോ ഇൻ, ടു എൻറ്റർ, ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ. ഓക്കെ, ഗോ എവേ, ടു ലീവ്. ഗോ എവേ മീൻസ് എന്താ, ടു ലീവ്, ഇവിടെ നിന്ന് പോവുക, പുറത്തു പോവുക അല്ലെ, പുറത്തു പോവുക എന്നുള്ള അർത്ഥത്തിലാണ് ടു ലീവ് എന്ന് പറയുന്നത് അല്ലെ. നോക്കാം, പ്ലീസ് ഗോ എവേ ഫ്രം ഹിയർ. പ്ലീസ് ഗോ എവേ ഫ്രം ഹിയർ നമ്മൾ പറയാറില്ലേ, പ്ലീസ് ഗോ എവേ ഫ്രം ഹിയർ, ഇവിടെ നിന്ന് പുറത്തു പോകുമോ എന്ന് പറയാറില്ല, അതിനാണ് ടു ലീവ് എന്ന്, പുറത്തു പോകുക എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. ഗോ ബാക്ക്, ഇതൊക്കെ ബാക്കൊക്കെ എപ്പോഴും ബാക്കിന്റെ ഒരു അർത്ഥം കിട്ടും കേട്ടോ. ടു റിട്ടേൺ ടു എ പ്ലേസ്, ഒരു പ്ലേസിലോട്ട് തിരിച്ചു വരിക, അതിനാണ് ഗോ ബാക്ക് എന്ന് പറയുക കേട്ടോ. പോയ ശേഷം തിരിച്ചു വരണല്ലോ ആ പ്ലേസിലോട്ട്, അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. ടു റിട്ടേൺ ടു എ പ്ലേസ്, ഒരു പ്ലേസിലോട്ട് തിരിച്ചു വരിക.
He go back to work after the break. He go back to work after the break. ബ്രേക്കിന് ശേഷം എന്ത് ചെയ്യാണ്? ബാക്ക് ടു വർക്ക്. ഗോ ബാക്ക്, അതിലേക്ക് അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ പ്ലേസിലോട്ട് തന്നെ, ആ വർക്കിലോട്ട് തന്നെ, ആ പ്ലേസ് വർക്കിലോട്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യാണ്? തിരിച്ചു വരികയാണ്. Okay, then go about. To deal with something. To deal with something. എന്തെങ്കിലും ഒരു കാര്യം ഡീൽ ചെയ്യുക. നോക്കാം, അത് ഹാൻഡിൽ ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഹാൻഡിൽ ചെയ്യുക. നോക്കാം. ഐ വാണ്ട് ടു സോൾവ് ദിസ് ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ്. എങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത്, എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്, അല്ലെ? അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, എങ്ങനെ അത് ഡീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഐ വാണ്ട് ടു സോൾവ് ദിസ്, എനിക്കത് സോൾവ് ചെയ്യണം, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു ഗോ അബൌട്ട് ഇറ്റ്. എനിക്ക് ആ പ്രശ്നം സോൾവ് ചെയ്യണം, പക്ഷെ എനിക്കറിയില്ല അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളത്. ആ പ്രോബ്ലം എങ്ങനെ ഞാൻ ഡീൽ ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല. അത് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. ഓക്കെ, ടു ഡീൽ വിത്ത് സംതിങ് മീൻസ് എന്തെങ്കിലും ഒരു കാര്യം കൈകാര്യം ചെയ്യുക എന്നുള്ളൊരർത്ഥം. ഓക്കെ, then go against, to oppose or to disagree with someone or something. എന്തിനെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ നമുക്ക് എതിർപ്പ് പ്രകടിപ്പിക്കുക. ഓക്കെ, നമ്മുടെ എതിർപ്പ്, ഇഷ്ടമില്ലായ്മ നമ്മൾ പറയാനാണ് ഗോ അഗെയിൻസ്റ്റ്. എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല, എനിക്കത് ഗോ അഗെയിൻസ്റ്റ് ആണ്, അവരുടെ ആ ഒരു പരിപാടിയോടൊന്നും എനിക്ക് ഗോ അഗെയിൻസ്റ്റ് ആണ് എന്ന് പറഞ്ഞ എന്താണ് മക്കളെ? ഡിസഗ്രി ആണ്, അല്ലെ? ഒരു വസ്തുവിനോടോ ഒരു വ്യക്തിയോടോ ഒക്കെ എന്താണ് മക്കളെ? എഗെയിൻസ്റ്റ്, നമുക്ക് നമ്മുടെ എതിർപ്പ് ഉണ്ടാവുക. ഓക്കെ, അതിനാണ് ഗോ അഗെയിൻസ്റ്റ്. ദ പീപ്പിൾ വോട്ട്സ് ഗോ അഗെയിൻസ്റ്റ് ആസ്. നമുക്ക് എതിരെയാണ് ആളുകളുടെ വോട്ടുകൾ എന്നാണ് പറയുന്നത്. ഗോ അഗെയിൻസ്റ്റ് മീൻസ് സംവൺ ഒപ്പോസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്, അല്ലെ? നോക്കാം. ഗോ ഔട്ട്, ഗോ ഔട്ട് ടു സ്റ്റോപ്പ് ബേണിംഗ്, കത്തുന്നത് നിർത്തുക എന്നൊരർത്ഥം. നോക്കാം, ഗോ ഔട്ട് എന്ന് പറയുമ്പോൾ, അല്ലെ? ഗോ ഔട്ട്, പുറത്തോട്ട് പോകുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യാന്നൊന്ന് ഓർത്താൽ മതി കേട്ടോ. ദ ലൈറ്റ്സ് ഗോ ഔട്ട് വൈൽ ഐ വാസ് റീഡിങ്. ദ ലൈറ്റ്സ് ഗോ ഔട്ട് വൈൽ ഐ വാസ് റീഡിങ്, അല്ല വൈൽ ഐ വാസ് ഗോയിങ് എന്ന് കൊടുക്കാം, അല്ലെ? അല്ലെങ്കിൽ വൈ ഐ വാസ് സ്ലീപ്പിംഗ് എന്നും കൊടുക്കാം. ഓക്കെ, ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ലൈറ്റ് ഗോ ഔട്ട് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ പോകുമ്പോൾ, ഞാൻ പുറത്തോട്ട് പോയാൽ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യും മക്കളെ? ലൈറ്റ് സ്റ്റോപ്പ് ചെയ്യും. ബേണിംഗ് എന്ത് ചെയ്യും മക്കളെ? സ്റ്റോപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്യാൻ. ഹായ് ഫ്രണ്ട്സ്, again I am back with some more phrasal verbs. Pull, പുള്ള്, പുഷ്, അല്ലെ? നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഷോപ്പിലോട്ടൊക്കെ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ഉണ്ടാവും? പൊതുവേ ഉണ്ടാവാറുള്ള ഒരു വേർഡാണ് പുൾ, പുഷ് എന്ന് പറയുന്നത്, അല്ലെ? പുൾ വലിക്കുക, പുഷ് തള്ളുക, അല്ലെ? അത് അവിടെ നിന്നോട്ടെ, അത് ഇവിടേക്ക് എന്തായാലും ആവശ്യമില്ല. ഇവിടെ ആ പുള്ളല്ല കേട്ടോ. നമുക്ക് നോക്കാം, ഈ പുള്ളിന്റെ കൂടെ പ്രിപ്പോസിഷൻസ് വരുമ്പോൾ ഉള്ള ഒരു മാറ്റം. പുൾ ഓവർ, എന്താണ്? പുൾ ഓവർ. ടു മൂവ് എ വെഹിക്കിൾ ടു ദ സൈഡ് ആൻഡ് സ്റ്റോപ്പ്, അല്ലെ? എന്താണ്? ഒരു വാഹനം സൈഡിലോട്ട് മാറ്റി നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം, അല്ലെ? നമ്മളോട് പോലീസുകാരൊക്കെ പറയും വണ്ടി അങ്ങ് സൈഡാക്കിയിട്ട് അങ്ങ് നിർത്തി തന്നെയാണ് കേട്ടോ. ആ പോലീസുകാരോട് ഇനി മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം? പുള്ളോവർ എന്ന് പറയാൻ പറയാം, അല്ലെ? ശരിക്കും പോലീസുകാർക്ക് ഒരൊറ്റ പുള്ളോവർ എന്ന് പറയുന്ന വേർഡ് മതി. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ വണ്ടി സൈഡാക്കാറുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും അവർ ആ വേർഡ് യൂസ് ചെയ്യാത്ത കേട്ടോ. അത് അവർക്ക് വേണ്ടിയിട്ടുള്ള വേർഡാണ്. വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയാം കേട്ടോ. അതിന് ഒറ്റ വേർഡ് യൂസ് ചെയ്യാൻ, ഇത്രയും വലിയ വാക്കൊന്നും അവർ പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ഇനി മുതൽ പുൾ ഓവർ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓർത്തിരിക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മള് പുള്ള് മീൻസ് എന്താ? ഒരു പുള്ള് അറിയുന്ന ഒരാളെന്ന് ഓർത്തോളൂ കേട്ടോ. പുള്ള് എന്ത് ചെയ്തു? ഓവറായിട്ട് വണ്ടി ഓടിച്ചപ്പോ പോലീസുകാർ, ഓവറല്ലേ ചില സമയത്ത് ആളുകൾ റോട്ടിലൊക്കെ കുറച്ച് ഓവർ ആക്ടിങ് ആണ്, അല്ലെ? കുറച്ച് ഓവറാക്കലാണ് വണ്ടി കൊണ്ട്, നമ്മൾ പറയാറില്ലേ? അപ്പൊ കുറച്ചൊക്കെ ഓവറാക്കി കഴിഞ്ഞപ്പോ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു എന്ന് ഓർത്താൽ മതി കേട്ടോ. അപ്പൊ ആ പുള്ള് അറിയുന്ന ഒരു വ്യക്തി വണ്ടി കുറച്ച് ഓവറാക്കി ഓടിച്ചപ്പോ ആ സൈഡിലോട്ട് നിർത്തിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു എന്ന് ഓർത്താൽ മതി. അപ്പൊ പുൾ ഓവർ മീൻസ് to move a vehicle to the side and stop. The policeman signaled to him to pull over. Policeman signal കാണിച്ചു, സൈഡ് ആക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, then pull out, എന്താണ്? pull out, out to leave, depart, withdraw, അല്ലെ? pull out, out, out എന്താണ്? പുറത്തു പോവുക, അല്ലെ? out എന്നത് ഔട്ട്സൈഡ്, പുറത്ത് എന്നൊരർത്ഥല്ലേ? ആ ഔട്ട് നമ്മൾ പുറത്തോട്ട് പോവുക എന്ന് ഓർത്താൽ മതി. to leave,
പുറത്തു പോവുക അല്ലെ. ടു ലീവ് പുറത്തു പോവുക, ഔട്ട് പറഞ്ഞാലും പുറത്ത് എന്നാണ്. അപ്പൊ അത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഓർത്താൽ മതി കേട്ടോ. പുൾ ഔട്ട് അല്ലെ, പുൾ ഔട്ട്, അല്ലെങ്കിൽ ഈ പുള്ള് അറിയുന്ന ആള് പുറത്തു പോയി എന്ന് ഓർത്താൽ മതി. പുള്ള് ഔട്ടിലേക്ക് പോയി കേട്ടോ, പുൾ ഔട്ടിലേക്ക് ലീവ് ചെയ്തു എന്ന് ഓർത്താൽ മതി കേട്ടോ. പുൾ ഔട്ട്, ടു ലീവ് ഓർ ഡിപ്പാർട്ട്, വിഡ്രോ അല്ലെ. മീനിങ് നോക്കാം. ദ ട്രെയിൻ പുൾഡ് ഔട്ട് ഓഫ് ദ സ്റ്റേഷൻ അറ്റ് 10 PM. 10 PM എന്ത് ചെയ്തു? ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എന്ത് ചെയ്തു മക്കളെ? ഡിപ്പാർട്ട് ചെയ്തു, അല്ലെങ്കിൽ പോയി എന്നൊരർത്ഥം കേട്ടോ. ദെൻ പുൾ ഡൗൺ, എന്താണ്? പുൾ ഡൗൺ, ടു ഡിപ്രസ് സംവൺ, ഡിമോളിഷ് ഓർ ഡിസ്ട്രോ അല്ലെ, നശിപ്പിക്കുക അല്ലെ, നശിപ്പിച്ച് എടുക്കുന്ന അല്ലെ. ഡിപ്രസ് സംവൺ, ആരെങ്കിലും ഒക്കെ ഡിപ്രസ് ചെയ്യിപ്പിക്കുക അല്ലെ. ഡിപ്രസ് ചെയ്യുന്നതും ഒരു തരം മറ്റുള്ളവരെ പോയി തകർത്ത് തന്നെയാണല്ലോ അല്ലെ, ഡിപ്രസ് ചെയ്യുക. അതുപോലെ ഡിമോളിഷ് ചെയ്യുക, നശിപ്പിക്കുക അല്ലെ. ഡിസ്ട്രോ ചെയ്യുക എന്ന് പറഞ്ഞാലും എങ്ങനെയാണ്? നശിപ്പിക്കുക അല്ലെ, ഡിസ്ട്രോ ചെയ്യുക, നശിപ്പിക്കുക. ഓക്കെ, ഇറ്റ് ഈസ് ഈസി ടു പുൾ ഡൗൺ ദാറ്റ് ബിൽഡിംഗ്. എന്ത് ചെയ്യാണ്? അത് പൊട്ടിത്തരിപ്പണമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? പുൾ ഡൗൺ ചെയ്യാം അല്ലെ. ആ ബിൽഡിംഗ് നമുക്ക് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ഡിമോളിഷ് ചെയ്യാൻ പറഞ്ഞു അല്ലെ. അപ്പൊ ഈസി ആയിട്ട് അത് നശിപ്പിക്കാൻ കഴിയും അല്ലെ, അത് ഈസി ആയിട്ട് തകർക്കാൻ കഴിയും. നോക്കാം. ദെൻ പുൾ അപ്പ്, പുൾ അപ്പ് കേട്ടോ. പുൾ എന്ത് ചെയ്യാണ്? അപ്പാണ് കേട്ടോ. അതുപോലെ ഇവിടെ ഡൗൺ ആയി എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർക്കാം. പുള്ള് അറിയുന്ന ആളെന്തായി? ആകെ ഡൗൺ ആയി എന്ന് പറയാം അല്ലെ. ഡൗൺ ആയി പറഞ്ഞാൽ ആകെ ഡിപ്രസ് ആയിട്ട് ഡൗൺ ആയി പോയി എന്ന് പറയാം അല്ലെ. അങ്ങനെ ഒരു അർത്ഥത്തിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി പുൾ അപ്പ്, അപ്പ് പറഞ്ഞാൽ ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ എന്നാണ്. ടു സ്റ്റോപ്പ് എ വെഹിക്കിൾ എന്താണ്? ഒരു വണ്ടി നിർത്തുന്നതിനാണ് കേട്ടോ. മറ്റേത് സൈഡാക്കി നിർത്തുന്നതിനായിരുന്നു, ഇതൊരു വണ്ടി നിർത്തുന്നതിനാണ് കേട്ടോ. ഈ പുൾ അപ്പ് അറ്റ് ദ ട്രാഫിക് സിഗ്നൽ. ട്രാഫിക് സിഗ്നൽ എന്ത് ചെയ്തു മക്കളെ? വണ്ടി പുള്ളപ്പ് ചെയ്തു അല്ലെ. വണ്ടി പുൾ അപ്പ് എന്ന് പറഞ്ഞ, വണ്ടി പുള്ളപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ടു സ്റ്റോപ്പ് എന്നാണ് അർത്ഥം. ടു സ്റ്റോപ്പ്. പുള്ളപ്പ് മീൻസ് എന്താണ്? ടു സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരർത്ഥം. ഓക്കെ, ദെൻ പുൾ ഫോർ എന്താണ്? പുൾ ഫോർ, ടു ആക്റ്റീവ്ലി സപ്പോർട്ട് കേട്ടോ. ടു ആക്റ്റീവ്ലി സപ്പോർട്ട് എന്ന വളരെയധികം എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു എന്ന് ഓർക്കാം അല്ലെ. നമ്മുടെ പുള്ള് അറിയുന്ന ആളെ, ഫോർ മീൻസ് ഇവിടെ 4 എന്ന് ഓർത്താൽ മതി. അപ്പൊ എന്താ? പുള്ളിനെ എന്ത് ചെയ്തു? 4 ആളുകൾ സപ്പോർട്ട് ചെയ്തു എന്ന് ഓർത്താൽ മതി. ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ, പുള്ളിന് എന്ത് ചെയ്തു? 4 ആളുകൾ എന്ത് ചെയ്തു? സപ്പോർട്ട് ചെയ്തു കേട്ടോ. അതുപോലെ തന്നെ ഇതും എന്ത് അതേപോലെ തന്നെ ഓർക്കാം. പുള്ള് അറിയുന്ന വ്യക്തിയുടെ വണ്ടി, ഐ മീൻ വെഹിക്കിൾ എന്ത് ചെയ്തു മക്കളെ? അപ്പിൽ പോയിട്ട്, ഉയരത്തിൽ പോയിട്ട് അങ്ങ് സ്റ്റോപ്പായി. ഓക്കെ, പുള്ള് അറിയുന്ന വ്യക്തിയുടെ വണ്ടി എന്ത് ചെയ്തു മക്കളെ? അപ്പ് പറഞ്ഞാൽ ഉയരത്തിൽ കയറിയപ്പോ മൂപ്പരുടെ വണ്ടി അവിടെ എന്ത് ചെയ്തു? സ്റ്റോപ്പായി എന്ന് ഓർക്കാം. അപ്പൊ എന്ത് ചെയ്തു? പുള്ള് 4 ആളുകൾ, പുൾ 4, പുള്ളിന് 4 ആളുകൾ വന്നിട്ട് വളരെ ആക്റ്റീവായിട്ട് എന്ത് ചെയ്തു? സഹായിച്ചു. അങ്ങനെ ഓർത്താൽ മതി കേട്ടോ. പുള്ളിയുടെ വണ്ടി അപ്പിൽ സ്റ്റോപ്പായി, അപ്പൊ പുള്ളില് വന്നിട്ട് 4 ആളുകൾ ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. ഓക്കെ, പുൾ 4 എന്ത് ചെയ്തു? ടു ആക്റ്റീവ്ലി സപ്പോർട്ട്. പുള്ളിനെ 4 ആളുകൾ ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്തു എന്ന് ഓർത്താൽ മതി കേട്ടോ. പുൾ 4 ടു ആക്റ്റീവ്ലി സപ്പോർട്ട്. പുൾ 4 എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യുക. എവരി വൺ ഈസ് പുള്ളിങ് ഫോർ യു. എല്ലാവരും നിങ്ങൾ എന്ത് ചെയ്യാറുണ്ട് മക്കളെ? ആക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലെ. ദെൻ പുൾ ടുഗദർ. ടുഗദർ മീൻസ് എന്താ? ടുഗദറിന്റെ അർത്ഥം അതിൽ തന്നെ കിട്ടും. ടുഗദർ പറഞ്ഞാൽ എന്താ? ഒരുമിച്ച് അല്ലെ. ടുഗദർ മീൻസ് എന്താണ്? ഒരുമിച്ച്. ഒരുമിച്ച് നിൽക്കുമ്പോൾ എല്ലാവരും തമ്മിൽ ഒരുമിച്ച് ഒരു സഹകരണം ഉണ്ടാവും. എല്ലാവരും നല്ല സഹകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് പറയും? കോപ്പറേറ്റ് ചെയ്യുക അല്ലെ. ഒരുമിച്ച് എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോവുക എന്നല്ലേ നമ്മൾ പറയാറുള്ളത്. ടുഗദർ മീൻസ് ഒരുമിച്ചാണെങ്കിൽ ഒരുമിക്കുന്നത് എന്തിനാ? എല്ലാവരും ഒന്നിച്ച് നല്ല സഹകരിച്ച് പോവാനല്ലേ. ടു പുൾ ടുഗദർ, ടു കോപ്പറേറ്റ്, സഹകരിച്ച് കൊണ്ട് പോവുക. എല്ലാവരും ഒരുമിച്ച് സഹകരിച്ച് പോവാം. ഓൾ വർക്കേഴ്സ് ടു പുൾ ടുഗദർ ആസ് എ ടീം. അവിടുത്തെ എല്ലാ വർക്കേഴ്സും ഒരു ടീം പോലെ അവരെന്ത് ചെയ്തു? കോപ്പറേറ്റ് ചെയ്ത് ഒരുമിച്ച് ആ വർക്ക് ചെയ്യാണ് കേട്ടോ. പുൾ ത്രൂ. ഓക്കെ, പുൾ ത്രൂ, ടു ഗെറ്റ് ബെറ്റർ ആഫ്റ്റർ ദ ഇൽനെസ് ആൻഡ് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. എന്താണ്? ടു ഗെറ്റ് ബെറ്റർ ആഫ്റ്റർ ഇൽനെസ് ഓർ ഡിഫിക്കൽട്ട്. എന്തെങ്കിലും ഒരു അസുഖത്തിൽ നിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്നോ പുറത്തോട്ട് ഇങ്ങോട്ട് വരിക, അതിനാണ് പുൾ ത്രൂ എന്ന് പറയാം. ഓക്കെ, the doctors think she will pull through from that difficult അല്ലെങ്കിൽ that illness എന്നൊക്കെ പറയാം. അവൾ ആ ഒരു ഇൽനെസ്സിൽ നിന്നും അസുഖത്തിൽ നിന്നൊക്കെ എന്ത് ചെയ്യാണ്? ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ നിന്ന് അവൾ പുറത്തോട്ട് വരും അല്ലെ. ആ അസുഖത്തിൽ നിന്നും അവൾ പുറത്തോട്ട് വരും എന്ന് പറയാൻ പുൾ ത്രൂ എന്ന് യൂസ് ചെയ്യും. ക്ലിയർ?
Then pulling of a train or bus arrive at a station. എന്തെങ്കിലും ഒരു കാര്യം എത്തിച്ചേരുക എന്ന് പറയാനാണ്. എത്തിച്ചേർന്നിട്ടുണ്ട്, എത്തിച്ചേർന്നു എന്നൊക്കെ പറയാൻ. ആഫ്റ്റർ എ ലോങ് ഡിലേ, ഒരുപാട് വൈകലിന് ശേഷം the train finally pulled in at around. അവസാനം ആ ട്രെയിൻ എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. പുൾ സംതിങ് സോ ദാറ്റ് കംസ് ഇൻസൈഡ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലുണ്ട് കേട്ടോ. നോക്കാം. പുൾ മീൻസ് എന്ത്? പുൾ സംതിങ് സോ ദാറ്റ് കംസ് ഇൻസൈഡ് എന്ന് പറയാം. നോക്കാം. ആഫ്റ്റർ ഫോളിങ് ഔട്ട് ഓഫ് ദ ബോട്ട് ദ ക്രൂ പുൾഡ് ഹിം എന്ന് പറഞ്ഞത് കേട്ടോ. അദ്ദേഹത്തിന് എല്ലാരും കൂടെ എന്ത് ചെയ്തു മക്കളെ? അതിന്റെ ഉള്ളിലേക്ക്, ഇൻസൈഡിലോട്ട് എന്ത് ചെയ്തു? കൊണ്ടുവന്നു എന്നുള്ളൊരു അർത്ഥത്തിൽ കേട്ടോ. പുൾ സംതിങ് സോ ദാറ്റ് കംസ് ഇൻസൈഡ്. ഓക്കെ, എന്തെങ്കിലും ഒരു കാര്യം പുള്ളി ചെയ്തിട്ട് അതിന്റെ അടുത്തോട്ട് കൊണ്ടുവരിക കേട്ടോ, ഇൻസൈഡ്, ഉള്ളിലേക്ക് കേട്ടോ. ദെൻ മെയിൻ ആയിട്ട് നമ്മൾ ഈ അർത്ഥത്തിലാട്ടോ യൂസ് ചെയ്യുക. അറൈവ് എന്ന് പറയുന്ന അർത്ഥത്തിലാട്ടോ. ആ ഒരു അർത്ഥത്തിലാണ് പൊതുവെ എക്സാമിനൊക്കെ വരിക എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ pull apart, then pull apart, become separated as a result of pulling. എന്താണ്? ഒരു പുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ് മക്കളെ? അതിന് വേർപിരിയാണ് കേട്ടോ. പുള്ളിങ്ങിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാണ്? പുള്ളിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് വലിക്കുക, അല്ലെ? വലിക്കുക കേട്ടോ. ഒരു ആ പുള്ളിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് അത് സെപ്പറേറ്റ് ആവാണ്. ഓക്കെ, നോക്കാം. എ വീക്ക് റോപ്പ് വിൽ പുൾ അപ്പാർട്ട്. എന്ത് ചെയ്യാണ് മക്കളെ? വളരെ വീക്കായിട്ടുള്ള, പൊട്ടാനായിട്ടുള്ള ഒരു റോപ്പായിരുന്നു. അത് അവിടുന്ന് ഇവിടുന്നും കൊണ്ട് രണ്ടാള് വലിച്ചപ്പോ അത് എന്ത് ചെയ്തു? അപ്പാർട്ട്. എന്തായി? പുൾ അപ്പാർട്ടായി പോയിട്ടോ. Then look after. എന്താണ് മക്കളെ? ലുക്ക്. ഇനി ഏതാണ്? ലുക്ക്. ഓക്കെ, അപ്പൊ പുള്ള് കഴിഞ്ഞു. ഇനി ലുക്ക് ആഫ്റ്റർ. എന്താണ്? ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്ന വേർഡ് നമ്മൾ പൊതുവെ എപ്പോഴും യൂസ് ചെയ്യാറാണ് അല്ലെ. എന്താണ്? ലുക്ക് ആഫ്റ്റർ. എന്റെ ഫാമിലിയെ, എന്റെ അച്ഛന് ശേഷം ഞാൻ നോക്കും അല്ലെ. ആ ബിസിനസ് ഇനി ആര് മുന്നോട്ട് കൊണ്ടുപോകും? അത് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും അല്ലെ. ആ വ്യക്തിക്ക് ശേഷം ഇനി ആരാണ് അടുത്ത രാഷ്ട്രീയത്തിൽ ഇറങ്ങുക? അദ്ദേഹത്തിന്റെ മകൻ ഇനി അടുത്ത അതിന് ശേഷം ഇറങ്ങും. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ല. അതിനാണ് ടേക്ക് കെയർ ഓഫ്. യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഏജ്ഡ് പാരന്റ്സ്. എന്ത് ചെയ്യും? നിന്റെ ഏജ്ഡ് പാരന്റ്സിനെ നീ എന്ത് ചെയ്യണം? ടേക്ക് കെയർ ചെയ്യണം അല്ലെ. അതിനുശേഷം നീയാണ് അവരെന്ത് ചെയ്യാ? നോക്കുക അല്ലെ. അവരെ ടേക്ക് കെയർ ചെയ്യുക അല്ലെ. അവരെ ടേക്ക് കെയർ ചെയ്യുന്നത് ആരാണ്? നമ്മൾ യു ഹാവ് ടു ലുക്ക് ആഫ്റ്റർ യുവർ ഏജ്ഡ് പാരന്റ്സ്. നിന്റെ വയസ്സായ ഏജ്ഡ് ആയിട്ടുള്ള പാരന്റ്സിനെ നീ എന്ത് ചെയ്യണം? ടേക്ക് കെയർ ചെയ്യണം. നീ എന്ത് ചെയ്യണം? ടേക്ക് കെയർ എന്ന് പറയാം. നമ്മൾ ടേക്ക് കെയർ എന്ന് പറയാറുണ്ട് അല്ലെ. ടേക്ക് കെയർ എന്ന് നമ്മൾ വേർഡ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. പ്ലീസ് ടേക്ക് കെയർ. നമ്മളെ ടേക്ക് കെയർ ചെയ്തോളൂ നമ്മൾ പറയാം. അതിന് ലുക്ക് ആഫ്റ്റർ എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്യാം. ദെൻ ലുക്ക് ഫോർ. ട്രൈങ് ടു ഫൈൻഡ് ഓർ സെർച്ച് ഫോർ സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യുക? നോക്കുക, തിരയാണ് അല്ലെ. തിരഞ്ഞ് അങ്ങനെ നോക്കുക. ലുക്ക് ഫോർ. ഞാൻ എന്താ നോക്കണേ? ലുക്ക് ഫോർ മൈ ന്യൂ ഡ്രസ്. ഷെൽഫിലൊക്കെ നമ്മളിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കും, പക്ഷെ കാണുന്നുണ്ടാവില്ല അല്ലെ. അതുപോലെ ഡിക്ഷണറിയിലൊക്കെ വേർഡുകൾ തരിക, ചാപ്റ്ററിന്റെ ഉള്ളിൽ നമ്മൾ ഉദ്ദേശിച്ച വാക്കുകൾ തരിക, അതിനൊക്കെ ലുക്ക് ഫോർ എന്ന് പറയും. നോക്കാം. He is looking for an excuse to throw away his job. ഇത് വല്ലാത്തൊരു ലുക്ക് ഫോർ ആയി അല്ലെ. ജോലിയിൽ നിന്നും പുറത്തു പോകാൻ വേണ്ടിയിട്ട് അവന് ഒരു എക്സ്ക്യൂസ് അങ്ങനെ അന്വേഷിക്കാൻ, ട്രൈങ് ടു ഫൈൻഡ് ചെയ്യാണ്, സെർച്ച് ചെയ്യാണ്, എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞിട്ട് ഇവിടുന്ന് പോകണല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് മക്കളെ? ട്രൈങ് ടു ഫൈൻഡ്, ടു സെർച്ച് ചെയ്യാണ് അല്ലെ. Then look around to inspect a house or area. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ഏരിയ പോയിട്ട് നിരീക്ഷിക്കുക. ഓക്കെ, Can we look around this house before buying? ഈ വീട് വാങ്ങുന്നതിന് മുമ്പ് ഞാനൊന്ന് മൊത്തത്തിലൊന്ന് പോയി നോക്കിയിട്ട് വരാന്നൊക്കെ പറയില്ലേ. ഞാൻ ഈ വീടോ സ്ഥലമൊക്കെ വാങ്ങുന്നതിന് മുമ്പ് ഞാനിതൊന്ന് ലുക്ക് അറൗണ്ട് ചെയ്തിട്ട് ഇപ്പൊ വരാമെന്ന് പറയാം. ഓക്കെ, ലുക്ക് ഫോർവേഡ് ടു എക്സ്പെക്ടിങ് വിത്ത് പ്ലഷർ. എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം വളരെ ഹാപ്പി ആയിട്ട് പ്രതീക്ഷിക്കുക. നോക്കാം. Can we look around this house before buying? എന്താണ്? ഇതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാതെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് മക്കളെ? അത് എക്സ്പെക്ട് കിട്ടിയിട്ടുള്ളത്. Can we look around this house? Look after അല്ല, ലുക്ക് ഫോർവേഡ് ടു അല്ല, ഇത് ലുക്ക് അറൗണ്ടിന്റെ എക്സാമ്പിൾ വന്നു പോയതാണ് കേട്ടോ. ലുക്ക് അറൗണ്ട് മീൻസ് ക്യാൻ വി ലുക്ക് അറൗണ്ട് ദിസ് ഹൗസ് ബിഫോർ ബൈയിങ് കേട്ടോ. വീട് വാങ്ങുന്നതിന് മുമ്പ് ആ വീടൊന്ന് കാണട്ടെ എന്നുള്ളതാണ് കേട്ടോ. അത് ലുക്ക് അറൗണ്ടിന്റെ എക്സാമ്പിൾ ഇങ്ങോട്ട് കയറി വന്നതാണ്. ലുക്ക് ഫോർവേഡ് എന്ന് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ നോക്കാം.
എക്സ്പെക്ടിങ് വിത്ത് പ്ലഷർ ആണ് കേട്ടോ. എക്സ്പെക്ടിങ് വിത്ത് പ്ലഷർ, എന്തെങ്കിലും ഒരു കാര്യം വളരെ ഹാപ്പി ആയിട്ട് പ്രതീക്ഷിക്കുക അല്ലെ. വളരെ 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 പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ അവരുടെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ആ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയാ മക്കളെ, ലുക്ക് ഫോർവേഡ് ടു. ഓക്കെ, ഐ എം ലുക്ക് ഫോർവേഡ് ടു മൈ ന്യൂ ഗസ്റ്റ് അല്ലെ. ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു മൈ ന്യൂ ഗസ്റ്റ്. എന്റെ ഗസ്റ്റിന് എന്ത് ചെയ്യാണ്, എക്സ്പെക്ട് ചെയ്യാണ്. എങ്ങനെയാണ്, വിത്ത് പ്ലഷർ, വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു വ്യക്തിയെ വളരെ ഹാപ്പി ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുക. ഓക്കെ, ദെൻ look up, to search for information in a dictionary. To search for information in a dictionary. എന്തെങ്കിലും ഒരു കാര്യം ഡിക്ഷണറിയിലൊക്കെ തപ്പുന്നതിനാണ് നമ്മൾ look up എന്ന് പറയുന്നത്. Can you look up that word in dictionary? നിങ്ങൾക്ക് ആ ഡിക്ഷണറിയിൽ ആ വേർഡ് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നുള്ള. ഡിക്ഷണറിയിലൊക്കെ എന്തെങ്കിലും വേർഡ് നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ, നോക്കുമല്ലോ, അതിനാണ് look up എന്ന് പറയുന്നത്. Then look at, to think about a subject carefully. വളരെ ഭയങ്കര കൂലങ്കുഷമായി നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുക എന്നൊക്കെ പറയാറുള്ളത്. എങ്ങനെയാണ് മക്കളെ, ടു തിങ്ക് അബൌട്ട് എ സബ്ജക്ട് കെയർഫുള്ളി, വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ ആ വിഷയത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ്. നോക്കാം, ലുക്ക് അറ്റ്, വി ആർ ലുക്കിംഗ് അറ്റ് ദ വേരിയസ് പോസിബിലിറ്റി അല്ലെ. വേരിയസ് പോസിബിലിറ്റീസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരുപാട് പോസിബിലിറ്റീസിന് അതിനെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, കുറച്ച് കൂടുതലായിട്ട് ചിന്തിക്കട്ടെ കേട്ടോ. അതിന്റെ എല്ലാ പോസിബിലിറ്റിയും, ആ വിഷയത്തിനെ കുറിച്ചുള്ള എല്ലാ പോസിബിലിറ്റി, അല്ലെങ്കിൽ ആ ജോബിന്റെ എല്ലാ പോസിബിലിറ്റി, അല്ലെങ്കിൽ ആ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാനൊന്ന് ലുക്ക് ഔട്ട് ചെയ്യട്ടെ കേട്ടോ. അതിന്റെ എല്ലാ പോസിബിലിറ്റീസും ഞാനൊന്ന് കൂടുതൽ ചിന്തിക്കട്ടെ എന്ന് പറയാനാണ് ലുക്ക് അറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ ലുക്ക് ത്രൂ. ലുക്ക് ത്രൂ മീൻസ് ടു റീഡ് സംതിങ് ക്വിക്ക്ലി. എന്താണ്, ടു റീഡ് സംതിങ് ക്വിക്ക്ലി, എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് വായിക്കുക കേട്ടോ. ഐ എം വെരി ബിസി നൗ സോ ഐ ലുക്ക് ത്രൂ ദ ബുക്ക് ഇൻ ഹറി. വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാണ് മക്കളെ, കുറച്ച് ബിസി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് ആ ബുക്ക് ഒന്ന് വായിച്ചിട്ട് പോവാണ് കേട്ടോ. Then look down upon, despise എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ. നോക്കാം, എന്തെങ്കിലും ഒരു കാര്യമൊക്കെ എതിർക്കുക എന്നുള്ള അർത്ഥത്തിലാട്ടോ. He has a tendency to look down upon the poor. ട്ടോ, ഒരു എതിർക്കുന്ന ഒരു പുച്ഛഭാവം ട്ടോ. ആ വ്യക്തിക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു പരിഹാസഭാവമാണ് അല്ലെ, ഒരു പരിഹാസമാണ് അല്ലെ. ഡിസ്പൈസ് മീൻസ് ഒരു പരിഹാസം, ഒരു എതിർപ്പ്, ഒരു പുച്ഛഭാവം ഒക്കെയാണ് ആൾക്ക് ആരെ കാണുമ്പോൾ, ഈ പാവപ്പെട്ടവരെ കാണുമ്പോൾ ഉള്ളത്. ഓക്കെ, then look over, examine ഇടുന്നു, നിരീക്ഷിക്കുക, നോക്കുക എന്നൊക്കെ ഒരു അർത്ഥത്തിലാട്ടോ. The engineer looked over the building to see if it was all right. എഞ്ചിനീയർ എന്ത് ചെയ്യാണ്, അതൊക്കെ കറക്റ്റ് ആണോ, ബിൽഡിംഗ് ഒക്കെ പണിത് കഴിഞ്ഞു, ഇനി ഞാനൊന്ന് പോയി നോക്കട്ടെ അത് മൊത്തത്തിലൊന്ന് സെറ്റ് ആണോ എന്ന് പറഞ്ഞിട്ട് എഞ്ചിനീയർ ഒന്ന് പോയിട്ട് ലുക്ക് ഓവർ ചെയ്യാണ്. മൊത്തം ഹൈറ്റിൽ കയറിന്നിട്ട് അയാൾ ആ ബിൽഡിംഗ് മൊത്തത്തിലൊന്ന് ലുക്ക് ഓവർ ചെയ്താണ്, പണിതൊക്കെ ശരിയായിട്ടുണ്ടോ എന്ന്. ഓക്കെ, then give അല്ലെ, കൊടുക്കുക അല്ലെ. നോക്കാം, ഗീവ് അവേ എന്ന് പറയുമ്പോൾ ഇതെന്തായാലും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലെ. യൂട്യൂബ് കാണുന്ന ഒരാളാണോ, റീൽസുകളും യൂട്യൂബും പല പല വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പൊതുവെ ഒരു ട്രെൻഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്ത്, ഗീവ് അവേ. എന്താണ്, ഗീവ് അവേ ചെയ്യുക അല്ലെ. ആളുകൾക്ക് വെറുതെ സാധനം കൊടുക്കുക അല്ലെ, ഫ്രീ ആയിട്ട് ഗീവ് അവേ ചെയ്യും. അവർക്ക് റീച്ചിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവർ ഗീവ് അവേ ചെയ്യും അല്ലെ. എന്താണ് ഗീവ് അവേ എന്ന് പറഞ്ഞാൽ, ടു ഗീവ് സംതിങ് ടു സംവൺ ഫോർ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കുക. നോക്കാം, ഐ ഗീവ് അവേ മൈ ഓൾഡ് ഗിത്താർ. കുറച്ച് പഴയ ഗിത്താറാണ്, ഞാനത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ, ഫ്രീ ആയിട്ട്. അപ്പൊ ഗീവ് അവേ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതിനാണ് ഗീവ് അവേ എന്ന് പറയാ കേട്ടോ. Then give up. എന്താണ് മക്കളെ, give up, to choose to stop doing something. To choose to stop doing something അല്ലെ. എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യാണ്, നിർത്താൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാണ് അല്ലെ. ഞാൻ ആ കാര്യം ഒരുപാട് തെറ്റുകളുണ്ട്, ഞാൻ ഇനി മുതൽ ഈ മിസ്റ്റേക്ക് എന്തായാലും നിർത്താൻ തീരുമാനിച്ചു, അങ്ങനെയൊക്കെ പറയില്ലേ. ഗീവ് അപ്പ് ചെയ്യുക, ഉപേക്ഷിക്കുക കേട്ടോ, സ്റ്റോപ്പ് ചെയ്യുക എന്നൊരർത്ഥത്തിൽ തന്നെയാണ് ചൂസ് ടു സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞെന്നുള്ളൂ. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാല് ഉപേക്ഷിക്കുക എന്നുള്ളൊരു മീനിങ് ആട്ടോ. ഐ ഗീവ് അപ്പ് മൈ സ്മോക്കിംഗ് ഹാബിറ്റ്. ഞാൻ എന്താണ്, എന്റെ സ്മോക്കിംഗ് ഹാബിറ്റ് എന്ത് ചെയ്യാണ്, ഗിവ് അപ്പ് ചെയ്യാണ്, ഉപേക്ഷിക്കുകയാണ് കേട്ടോ.
ഗീവ് ഔട്ട് ടു സ്റ്റോപ്പ് വർക്കിംഗ് ആണ്. ഇവിടെ വർക്ക് നിർത്തുകയാണ് കേട്ടോ, വർക്ക് നിർത്തുകയാണ് എന്ന അർത്ഥത്തിലാണ് കേട്ടോ വരെ. ഗീവ് ഔട്ട് മീൻസ് സ്റ്റോപ്പ് ചെയ്യാണ്, വർക്കൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. ആഫ്റ്റർ 6 months the engine finally gave out. അല്ലെ, ഒരു പഴയ എഞ്ചിനാണ്, 5-6 മാസമായിട്ട് ആ എഞ്ചിൻ ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ എഞ്ചിൻ എന്ത് ചെയ്തു, അത് അതിന്റെ പണി അങ്ങ് നിർത്തി അല്ലെ. എന്തായി മക്കളെ, ഗവ് ഔട്ട്, അതിന്റെ വർക്ക് അത് നിർത്തി അല്ലെ. ഒരുപാട് കാലം ഓടിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ഒരു വസ്തു എന്ത് ചെയ്യും, പണി മുടിക്കുന്നൊക്കെ വരും അല്ലെ, നിർത്തിയിട്ട് ഓടിക്കില്ല. അപ്പൊ എന്ത് ചെയ്യാം മക്കളെ, അതിന് എഞ്ചിന് കേടായിട്ട് അതെന്തായി, അവസാനം അതിന്റെ വർക്ക് സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. Then give in to accept that you cannot win. എന്തെങ്കിലും ഒരു കാര്യം അക്സെപ്റ്റ് ചെയ്യാൻ, ഞാൻ ജയിക്കില്ല എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലെ, അത് നടക്കില്ല എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലെ, അതിൽ നിന്ന് വിൻ ആവില്ല എന്നുള്ളത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. The team finally gave in and went out. അവസാനം ടീം എന്ത് മനസ്സിലാക്കി മക്കളെ, അവരതിൽ നിന്ന് വിൻ ചെയ്യില്ല എന്നുള്ളത് അവർ അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് went home. എന്നിട്ട് എന്ത് ചെയ്തു, അവർ വീട്ടിലോട്ട് പോന്നു. ഓക്കെ, then team to accept that you cannot win. I mean the team finally gave in and went out. ടീംസിന് എന്ത് ചെയ്യും, മനസ്സിലായി അവർ വിജയിച്ചില്ല എന്ന് മനസ്സിലായി, അവരെന്ത് ചെയ്തു, അത് അക്സെപ്റ്റ് ചെയ്തു, ഉൾക്കൊണ്ടു. എന്നിട്ട് അവര് വീട്ടിലോട്ട് പോകും. then give off. to emit, പുറപ്പെടുവിക്കുക കേട്ടോ. to emit means എന്താണ്, പുറപ്പെടുവിക്കുക. എന്തെങ്കിലും ഒരു വസ്തു പുറന്തള്ളുക അല്ലെങ്കിൽ പുറപ്പെടുവിക്കുക എന്നൊക്കെ, പുറന്തള്ളുക അല്ലെങ്കിൽ പുറപ്പെടുവിക്കുക എന്നൊക്കെ അർത്ഥത്തിൽ നോക്കാം. this sofa gives off a weird smell. weird means എന്താ, ഒരു വൃത്തികെട്ട സ്മെല്ല് കേട്ടോ, വൃത്തിയില്ലാത്ത അല്ലെ, ഒരു വൃത്തികെട്ട ചീഞ്ഞ സ്മെല്ല് എന്നൊക്കെ പറയില്ലേ, ഒരു വൃത്തികെട്ട അല്ലെങ്കിൽ ഒരു ചീഞ്ഞ സ്മെല്ല് എന്നൊക്കെ നമ്മൾ പറയാറുള്ളത്, അതിനാണ് വേർഡ് എന്ന് പറയുന്നത് അല്ലെ. ആ സോഫയിൽ വൃത്തികെട്ട സ്മെല്ല് പുറത്തോട്ട് വിടുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ അവർ ആ ഫാക്ടറിയിൽ നിന്നും ഒരു വേർഡ് വൃത്തികെട്ട സ്മോക്ക് അവർ പുറത്തോട്ട് വിടുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ നമ്മൾ ഗീവ് ഓഫ് എന്ന് പറയും കേട്ടോ. ഗീവ് ഓഫ് മീൻസ് പുറന്തള്ളുക അല്ലെങ്കിൽ പുറത്തു വിടുക എന്നുള്ളതാണ് അർത്ഥം. ഗീവ് ബാക്ക്, റിട്ടേൺ, ബാക്ക് എപ്പോഴും റിട്ടേൺ തന്നെ അല്ലെ. ബാക്ക് നമ്മൾ എന്തായാലും കയറി പിടിക്കും എക്സാമിന് അല്ലെ, എങ്ങനെ തിരിഞ്ഞാലും അതിന് ഒരു റിട്ടേൺ എന്ന് പറയുന്ന ഒരു മീനിങ് ഉണ്ട് അല്ലെ. നോക്കാം, ഗീവ് ബാക്ക് മീൻസ് റിട്ടേൺ അല്ലെങ്കിൽ റീസ്റ്റോർ എന്നൊരർത്ഥം അല്ലെ. ഗിവ് മീ ബാക്ക് മൈ ബുക്സ്, എന്താണ് ഗിവ് മീ ബാക്ക് മൈ ബുക്സ്, എന്റെ ബുക്കൊക്കെ എന്ത് ചെയ്യാണ് മക്കളെ, തിരിച്ചു തരുക എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പൊ റിട്ടേൺ അല്ലെങ്കിൽ റീസ്റ്റോർ ഈ സിമ്പിൾ ആയിട്ടൊരു മീനിങ് ആണ് അല്ലെ. then നോക്കാം, give forth to emit or release something. ആ ഒരു സെയിം മീനിങ് തന്നെ അല്ലെ, നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് കണ്ട സെയിം മീനിങ് ആണ് give forth വരുന്നത്. to emit or release something, എന്തെങ്കിലും ഒരു പുറത്തേക്ക് തള്ളുക, റിലീസ് ചെയ്യുക കേട്ടോ. the chimney gave forth a cloud of grey smoke അല്ലെ. ഒരു cloud of grey smoke എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഇങ്ങനെ മേഘത്തിന്റെ കളറുള്ള പുക എന്ത് ചെയ്തു മക്കളെ, ചിമ്മിനി പുറത്തോട്ട് തള്ളി. ഓക്കെ, then give out, issue or to distribute. issue എന്ന ഇഷ്യൂ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് എന്ന വിതരണം ചെയ്യുക. നോക്കാം, can you help me to give out the table to the home. നിനക്ക് ഈ ടേബിൾ ഒന്ന് വീട്ടിലോട്ട് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയുമോ എന്നർത്ഥത്തിൽ കേട്ടോ. ഇഷ്യൂ മീൻസ് പ്രോബ്ലം എന്നുള്ള അർത്ഥത്തിലല്ല, എന്തെങ്കിലും ഒരു കാര്യം പബ്ലിഷ് ചെയ്യുക, ഇഷ്യൂ ചെയ്യാറില്ലേ നമ്മള്, ഒരു കാര്യം ഇഷ്യൂ ചെയ്യുക അല്ലെ, നാളെ ഈ കാര്യം ഇഷ്യൂ ചെയ്യും എന്നൊക്കെ നമ്മൾ പറയാറില്ല, ആ ഒരു അർത്ഥത്തിലാട്ടോ. ഡിസ്ട്രിബ്യൂട്ട് മീൻസ് എന്താണ്, വിതരണം ചെയ്യുക എന്നൊരർത്ഥം. then set up, to make something ready to use. to make something ready to use, എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിക്കാൻ സെറ്റായി അല്ലെ. ഞാൻ കഴിഞ്ഞ് ഒരുപാട് കാര്യം നമ്മളൊരു മെഷീൻ ഇങ്ങനെ ഉണ്ടാക്കി വന്ന് സെറ്റായി അല്ലെ, അത് ഉപയോഗിക്കാൻ സെറ്റായി നമ്മൾ എന്താ പറയാ മക്കളെ, സെറ്റപ്പ്. എന്റെ പണി കഴിഞ്ഞ് സെറ്റപ്പായി, ഇനി ഇത് ഉപയോഗിക്കാം അല്ലെ. അപ്പൊ ഒരു കാര്യം റെഡി ടു യൂസ് അല്ലെ, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുക. സെറ്റപ്പ് മൈ ന്യൂ ലാപ്ടോപ്പ്, എന്റെ ന്യൂ ലാപ്ടോപ്പിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതിന്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു, കാര്യങ്ങളുള്ളിലൊക്കെ എല്ലാ കാര്യങ്ങളും പണിയൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്, എന്റെ ഇനി ഉപയോഗിക്കാൻ റെഡിയാണ് അല്ലെ. അത് സെറ്റ് ഡൗൺ, ടു റൈറ്റ് ഓർ പ്രിന്റ് സംതിങ് ഡൗൺ അല്ലെ. എന്താണ് മക്കളെ, I set down his name and address. എന്തെങ്കിലും ഒരു കാര്യം എഴുതിയെടുക്കുക അല്ലെ, എന്തെങ്കിലും ഒരു കാര്യം ടു റൈറ്റ് ഓർ പ്രിന്റ് എന്നൊരർത്ഥം ഉണ്ട് കേട്ടോ. എഴുതിയെടുക്കുക അല്ലെങ്കിൽ പ്രിന്റ് ചെയ്തെടുക്കുക, സംതിങ് ഡൗൺ, എന്തെങ്കിലും ഒരു കാര്യം എഴുതി എങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക അല്ലെ, താഴോട്ട് എഴുതിയെടുക്കുകയാണ്. I set down his name and address. ആ വ്യക്തിയുടെ പേരും അഡ്രസ്സും എന്ത് ചെയ്യാണ്, എഴുതിയെടുക്കുകയാണ് കേട്ടോ. Set apart,
ടു മേക്ക് someone ഡിഫറെന്റ് ഫ്രം others. ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്നും ഡിഫറെന്റ് ആണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അവൻ ഇവനിൽ നിന്നും ഡിഫറെന്റ് ആണ് അല്ലെ, ആ കാര്യം കൊണ്ട് ഇവൻ ഡിഫറെന്റ് ആണ്, ആ കാര്യത്തിൽ അയാള് മറ്റുള്ളവരിൽ നിന്നും എന്താണ്, സെറ്റ് അപ്പാർട്ട്, എന്താണ്, ഡിഫറെന്റ് ആണ് അല്ലെ, വ്യത്യസ്തനാണ്. His teaching style set apart from others. മറ്റുള്ളവരിൽ നിന്നും അദ്ദേഹത്തിന്റെ ടീച്ചിങ് സ്റ്റൈൽ കുറച്ച് ഡിഫറെന്റ് ആണ്, അദ്ദേഹം വേറൊരു പ്രത്യേക രീതിയിലാണ് ടീച്ച് ചെയ്യുന്നത്. സോ എന്താണ് മക്കളെ, സെറ്റ് അപ്പാർട്ട്, അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും എന്താണ്, വേർതിരിഞ്ഞ് ഡിഫറെന്റ് ആണ് കേട്ടോ. സെറ്റ് ഓഫ് മീൻസ് എന്താണ്, ടു സ്റ്റാർട്ട് ഓർ ഇനീഷ്യേറ്റ് എ ജേർണി ഓർ ട്രിപ്പ്. എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാ, ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാ അല്ലെ. വി വിൽ സെറ്റ് ഓഫ് നെക്സ്റ്റ് വീക്ക്. നമ്മൾ അടുത്ത വീക്കിൽ എന്ത് ചെയ്യണം മക്കളെ, നമ്മൾ പോവാൻ, നമ്മുടെ ജേർണി, നമ്മളെ യാത്ര അടുത്ത വീക്കിലോട്ട് നമ്മൾ എന്ത് ചെയ്യാണ് മക്കളെ, നമ്മൾ അടുത്ത വീക്കിൽ പോകാൻ വേണ്ടിയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കാം, പോവാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് ഒക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി റെഡി ആവാണ്. സെറ്റ് ഔട്ട്, സ്റ്റാർട്ട് എന്നർത്ഥം, സ്റ്റാർട്ട് ചെയ്തു അല്ലെ. ഇത് ഇനീഷ്യേറ്റ് ടു സ്റ്റാർട്ട് എ ജേർണിയാണ് കേട്ടോ, ഇത് സ്റ്റാർട്ടാണ്. സെറ്റ് ഔട്ട് മീൻസ് സ്റ്റാർട്ട്. വി സെറ്റ് ഔട്ട് ഓൺ അവർ ജേർണി വെരി ഏർലി ഇൻ ദ മോർണിംഗ് അല്ലെ. എല്ലാ ഏർലി മോർണിംഗിൽ എന്ത് ചെയ്യാണ് മക്കളെ, നമ്മളെ ജേർണി നമ്മൾ എന്ത് ചെയ്യാണ്, സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. Then set aside. Set aside means എന്താണ്, to keep something available for a purpose എന്നാ, റിസർവ് ചെയ്യാൻ, to keep something available for a purpose അല്ലെ. ചില കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാം, മാറ്റി വെക്കുകയാണ് അല്ലെ. റിസർവ്ഡ് എന്നൊരർത്ഥാണ് കൂടുതൽ കിട്ടുക അല്ലെ. മാറ്റി വെക്കുക, നീക്കി വെക്കുക, മാറ്റി വെക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, ദ റിച്ച് മാൻ സെറ്റ് aside a good sum for ചാരിറ്റി. അദ്ദേഹത്തിന്റെ ഒരു വിധമായിട്ട് ഒരു പകുതി കാര്യം, ഒരു പകുതി അദ്ദേഹത്തിന്റെ സ്വത്തും പകുതി അദ്ദേഹത്തിന്റെ സാലറി ഒക്കെ അദ്ദേഹം എന്തിനു വേണ്ടിയിട്ട് മാറ്റി വെക്കാണ്. റിച്ച് മാൻ കുറച്ച് പൈസ എന്തിനു വേണ്ടിയിട്ട് മാറ്റി വെക്കാണ്, ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ചാരിറ്റി പറഞ്ഞാൽ എന്താ, ദാനം ചെയ്യാൻ അല്ലെ, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, മാറ്റി വെക്കാണ് കേട്ടോ. അപ്പൊ മാറ്റി വെക്കുക എന്നൊരു മീനിങ്. ഓക്കെ. സെറ്റ് അബൌട്ട്, ടു ബിഗിൻ ഡൂയിങ് സംതിങ്, ടു ബിഗിൻ ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക അല്ലെ, സ്റ്റാർട്ട് ചെയ്യുക. നോക്കാം, ഷീ സെറ്റ് അബൌട്ട് സ്റ്റഡി, അവൾ എന്ത് ചെയ്യാണ് മക്കളെ, പഠിത്തം സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു അല്ലെ. ടു ബിഗിൻ ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം എന്ത് ചെയ്യാണ്, തുടങ്ങുകയാണ് കേട്ടെ. ടു സെറ്റ് അബൌട്ട് സ്റ്റഡിങ്, അവൾ സ്റ്റഡി എന്ത് ചെയ്യാണ് മക്കളെ, സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ദെൻ സെറ്റ് ഫോർത്ത്, ടു സ്റ്റാർട്ട് എ ജേർണി, ഇതും ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് കേട്ടോ. കൂടുതലും ആ ഒരു പർപ്പസിലാണ് ഈ സെറ്റ് യൂസ് ചെയ്യുന്നത്. നോക്കാം, ടു സ്റ്റാർട്ട് എ ജേർണി, ഒരു യാത്ര തുടങ്ങുക അല്ലെ. ദേ സെറ്റ് ഫോർത്ത് ഓൺ ദെയർ ട്രാവൽസ് ഇൻ ഏർലി ജൂൺ അല്ലെ. ജൂണിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ജേർണി അവരെന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. ദെൻ സെറ്റ് ഇൻ, എന്താണ് സെറ്റ് ഇൻ, ഐ മീൻ ടേക്ക് ഹോൾഡ് എന്നൊരർത്ഥത്തിൽ കേട്ടോ. ടേക്ക് ഹോൾഡ് മീൻസ് പിടിക്കുക എന്നൊരർത്ഥത്തിൽ കേട്ടോ. മീര സെറ്റ് ഇൻ ദ ഓൾ വർക്ക്, മീര സെറ്റ് ഇൻ ഓൾ വർക്ക്, അവളെ എല്ലാ വർക്കുകളും എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഹോൾഡ് ചെയ്ത് വെക്കുക എന്താണ്, എല്ലാ വർക്കും ഇങ്ങനെ പിടിച്ചെടുക്കുക എന്നുള്ള ആ അർത്ഥമല്ല, അവളെല്ലാ വർക്കും ഇങ്ങനെ അവളുടെ കൈയിന്റെ ഉള്ളിൽ സെറ്റ് ആണ് എന്ന അർത്ഥത്തിൽ. ഓക്കെ. ദെൻ സെറ്റ് ബാക്ക്, ഡിലേ. സെറ്റ് ബാക്ക് മീൻസ് എന്താണ് മക്കളെ, ഡിലേ എന്നൊരു മീനിങ് കേട്ടോ. സെറ്റ് ബാക്ക് മീൻസ് എന്താണ്, ഡിലേ, വൈകുക അല്ലെ, വൈകിപ്പിക്കുക അല്ലെങ്കിൽ വൈകി എന്നൊരർത്ഥം. They don't like to set back their task. They don't like to, അവർക്ക് ഇഷ്ടമല്ല എന്ത്, സെറ്റ് ബാക്ക് ദർ ടാസ്ക്, അവരുടെ ടാസ്ക് വൈകിപ്പിക്കുന്ന എന്തില്ല, അവർക്ക് ഇഷ്ടമല്ല കേട്ടോ. ദെൻ നോക്കാം, ടേൺ അല്ലെ, ടേൺ. നോക്കാം മീനിങ്സ് നോക്കാം, നമുക്ക് നോക്കാം. ഫ്രേസൽ വെർബ്സ്, ടേൺ ഇൻ, ഗോ ടു ബെഡ്, സബ്മിറ്റ് ആൻ അസൈൻമെന്റ്. രണ്ടും അർത്ഥമുണ്ട് കേട്ടോ. ഒന്ന് ടേണിങ്ങിന്, ഗോ ടു ബെഡ്, നമ്മൾ ബെഡിലോട്ട് പോവുക എന്നൊരർത്ഥവും, സബ്മിറ്റ് ആൻ അസൈൻമെന്റ്, എന്തെങ്കിലും ഒരു അസൈൻമെന്റ് വെച്ചു കൊടുത്ത് അല്ലെങ്കിൽ അസൈൻമെന്റ് വെച്ചിട്ടുണ്ട് എന്നൊരർത്ഥവും കേട്ടോ. ഇറ്റ്സ് എ ടൈം ഫോർ മീ ടു ടേൺ ഇൻ, ഇത് ഞാൻ ബെഡിലോട്ട് പോകാനുള്ള സമയം, ഞാൻ കിടന്നുറങ്ങാൻ പോകാനുള്ള ടൈമായി എന്നൊരർത്ഥം. ഓക്കെ. He turned ഹിസ് പേപ്പർ ബട്ട് ഇറ്റ് വാസ് ലേറ്റ്. അദ്ദേഹത്തിന്റെ പേപ്പറൊക്കെ എന്ത് ചെയ്തു, സബ്മിറ്റ് ചെയ്തു, കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ്, അത് വൈകിപ്പോയി. ആ രണ്ടർത്ഥത്തിലും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒന്ന് ഗോ ടു ബെഡ്, ബെഡിലോട്ട് കിടന്നുറങ്ങാൻ പോകാന്നുള്ള അർത്ഥത്തിലും, ടേൺഡ് ഇൻ പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം ഒരാളുടെ മുമ്പിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാന്ന അർത്ഥത്തിലും കേട്ടോ. അടുത്തത് ടേൺ അവേ. എന്താണ് ടേൺ അവേ? നോട്ട് അലോ സംവൺ ടു എൻറ്റർ.
ടേൺ അവേ നോട്ട് അലോ സമൺ ടു, ഒരാളെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ അഴക്കാതിരിക്കുക. ഹി വാസ് ടേൺഡ് അവേ ഫ്രം ദ ക്ലബ് ബിക്കോസ് ഹീസ് 16, അല്ലെ? സമ്മതിക്കാതിരുന്നു. എന്തിന്? അദ്ദേഹത്തെ ക്ലബിലോട്ട്, അവനെ ക്ലബിലോട്ട് കയറാൻ സമ്മതിച്ചില്ല, അലോ ചെയ്തില്ല, അവന് കയറാൻ സമ്മതിച്ചില്ല. കാരണം അവന് 16 വയസ്സുള്ളൂ. 16 വയസ്സ് അവരൊന്നും ക്ലബിലോട്ട് കയറ്റില്ല. അപ്പൊ അവന് ക്ലബിലോട്ട് കയറാൻ സമ്മതിച്ചില്ല, അലോ ചെയ്തില്ല. ഒരു വ്യക്തിയെ കയറാൻ സമ്മതിച്ചില്ല, എൻ്റർ ചെയ്യാൻ പ്രവേശിക്കാൻ സമ്മതിച്ചില്ല എന്ന അർത്ഥത്തിനാണ് ടേൺ എവേ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടേൺ ഡൗൺ. എന്താണ് ടേൺ ഡൗൺ? ഓക്കെ, നോക്കാം. അഡ്ജസ്റ്റ് ഓർ കൺട്രോൾ ടു ലോവർ ലെവൽ ഓഫ് സംതിങ്. എന്തെങ്കിലും ഒരു കാര്യം താഴോട്ട് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം, അല്ലെ? സ്പീഡ് കുറച്ച് കൊണ്ടുവരാം, സൗണ്ട് കുറച്ച് കൊണ്ടുവരാം. അദ്ദേഹത്തിന്റെ ടിവിയുടെ വോയിസ് കുറച്ച് കൊണ്ടുവരാം, അല്ലെ? എന്തെങ്കിലും ഒരു കാര്യം കൂടി പോകുന്നുണ്ടെങ്കിൽ അതിങ്ങനെ കുറച്ച് കൊണ്ടുവരാം. ഓക്കെ, അതിനാണ് അഡ്ജസ്റ്റ് ഓർ കൺട്രോൾ ടു ലോവർ ലെവൽ ഓഫ് സംതിങ്. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു മെഷീനൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പതുക്കെ ഇങ്ങനെ ലോവർ ലെവലിലോട്ട് കൊണ്ടുവരാം കേട്ടോ. ടേൺ ഡൗൺ. This music is too loud. നല്ല സൗണ്ട് ആണ് മ്യൂസിക്കിന്. സോ ഐ എം ഗോയിങ് ടു ടേൺ ഇറ്റ് ഡൗൺ. ഞാനത് സൗണ്ട് എന്ത് ചെയ്യാണ്? കുറച്ച് കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. അതുപോലെ മെഷീനുകളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കൊണ്ടുവരുമല്ലോ, അതിന്റെ സ്പീഡ്, അതിനൊക്കെ നമ്മൾ ടേൺ ഡൗൺ എന്ന് പറയും. ഓക്കെ, ദെൻ ടേൺ ഓൺ. ടേൺ ഓൺ പറഞ്ഞാൽ എന്താണ്? ടു സ്റ്റാർട്ട് എന്ന ടേൺ ഓൺ, അല്ലെ? ടേൺ ഓൺ എന്ന് പറയും. നമ്മൾ എന്ത് ചെയ്യാണ്? ടേൺ ഓൺ ചെയ്യാണ്, അല്ലെ? നമ്മൾ ലൈറ്റ് ഒക്കെ ടേൺ ഓൺ ചെയ്യാൻ പറയും, അല്ലെ? ഫാന് ടേൺ ഓൺ ചെയ്യാൻ പറയും, അറിയില്ലേ മക്കളെ? അതൊന്നുമില്ല, ഫാൻ ഒന്ന് ടേൺ ഓൺ ചെയ്തേ, ലൈറ്റ് ഒന്ന് ടേൺ ഓൺ ചെയ്തേ എന്നാണ് നമ്മൾ പറയാറ് കേട്ടോ. ടേൺ ഓൺ. ഓക്കെ, ടേൺ ഓൺ മീൻസ് എന്താണ്? ഓൺ ചെയ്യുക. നമ്മള് പൊതുവെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്, അല്ലെ? ഫാൻ നിങ്ങൾ ഫാൻ ഓൺ ആക്കാന്ന് പറയുന്നത് ഇന്ന് മുതൽ ടേൺ ഓൺ എന്ന് പറഞ്ഞേക്ക് കേട്ടോ. ഫാൻ ഒന്ന് ടേൺ ഓൺ ചെയ്തേന്ന് പറയാം കേട്ടോ. അപ്പൊ എന്താണ് ടേൺ ഓൺ മീൻസ്? എന്താണ്? ഓൺ ചെയ്യുക എന്നൊരർത്ഥത്തിലാണ്. ടു സ്റ്റാർട്ട് മീൻസ് ഇവിടെ ഓൺ ചെയ്യുക എന്നൊരർത്ഥം കേട്ടോ. ഓക്കെ, ഓൺ ചെയ്യുക എന്നൊരർത്ഥം കേട്ടോ. ഓൺ ചെയ്യുക. ഓക്കെ, ഹി ടേൺ ഓൺ ദ ലൈറ്റ്സ് ഇൻ ദ നൈറ്റ്. നൈറ്റിൽ അവന് ലൈറ്റ് എന്ത് ചെയ്യും? ഓൺ ചെയ്യും. ഹി ടേൺ ഓഫ്. സ്റ്റോപ്പ് പറഞ്ഞാൽ ഓഫ് ചെയ്യുക എന്നൊരർത്ഥത്തിലാട്ടോ മക്കളെ. ഓഫ് ചെയ്യുക. ഓക്കെ, ഓഫ്. സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ വേറൊരു മീനിങ്ങിൽ കൊടുക്കണ്ട കേട്ടോ. ഓഫ് ചെയ്യുക. ഹി ഫോർഗെറ്റ് ടു ടേൺ ഓഫ് ദ ലൈറ്റ് വെൻ വി വെന്റ് ഔട്ട്. പുറത്തോട്ട് പോയപ്പോ അവന് ലൈറ്റ് ഓഫ് ചെയ്യാൻ മറന്നു. ഓപ്പോസിറ്റ് ആട്ടോ. ടേൺ ഓൺ ചെയ്യുക, ടേൺ ഓഫ്. ഈസി അല്ലേ? ഫാന് ടേൺ ഓൺ ചെയ്യുക, ഫാന് ടേൺ ഓഫ് ചെയ്യുക. ഓക്കെ, then turn back, return to previous state or being. എന്തെങ്കിലും ഒരു പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു വരിക. ആ വ്യക്തി ആകെ കോമ സ്റ്റേജിലാണ്, ഇനി അദ്ദേഹത്തിന് തിരിച്ച് ഒരു ടേൺ ബാക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും, അല്ലെ? തിരിച്ചു വരാൻ കഴിയും തോന്നുന്നില്ല, അല്ലെ? ആ വ്യക്തി ആകെ പ്രശ്നങ്ങളിൽ പെട്ടുപോയി കാണും, ഇനി അദ്ദേഹത്തിന് ടേൺ ബാക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അങ്ങനെ പറയാം, അല്ലെ? ഒരു പഴയ അവസ്ഥയിലോട്ട് തന്നെ തിരിച്ചു വരാൻ കഴിയില്ല എന്ന്, അതിനാണ് ടേൺ ബാക്ക് എന്ന് പറയാം. പഴയ അവസ്ഥയിലോട്ട് തിരിച്ചു വരാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം മക്കളെ? തിരിച്ചു വരാൻ കഴിയുമെന്ന് പറയാനും ടേൺ ബാക്ക് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് ടേൺ ബാക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയാം. ഓക്കെ, ടേൺ ബാക്ക്, റിട്ടേൺ ടു പ്രീവിയസ് സ്റ്റേറ്റ്. വെൻ വി ടേക്ക് ദിസ് ഡിസിഷൻ, ഈ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ദർ ഇസ് നോ ടേൺ ബാക്ക്. ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവില്ല കേട്ടോ. ഈ ഡിസിഷൻ എടുത്ത് ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഇനി ഇങ്ങോട്ടൊരു തിരിച്ചു വരവിന്, ഇനി ഇങ്ങോട്ട് തിരിച്ച് ബാക്കിലോട്ടൊരു വരവിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? പഴയ അവസ്ഥയിലോട്ട് പോകാൻ കഴിയില്ല എന്നൊരു പറയാം. ഓക്കെ, ദെൻ ടേൺ അറൗണ്ട്. ഇത് നമ്മൾ ലൈഫിൽ പോയി യൂസ് ചെയ്യുന്ന വർക്കുകളാട്ടോ ഈ ടേൺ വെച്ചിട്ടുള്ളതൊക്കെ. ദെൻ ടേൺ അറൗണ്ട്, റൊട്ടേറ്റ് ചെയ്യുക, ടേൺ അറൗണ്ട് ചെയ്യുക കേട്ടോ. റൊട്ടേറ്റ് എന്നർത്ഥം. വെൻ ദേ ആർ പ്ലേയിങ് ദ ടേൺ അറൗണ്ട് ടുഗദർ. നമ്മളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ കുട്ടികൾ ടേൺ അറൗണ്ട് എന്ന് പറയാറുണ്ട്, അല്ലെ? അതൊരു പാട്ടിലുണ്ട് അത് കേട്ടോ. ടേൺ അറൗണ്ട് ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി കളിക്കില്ലേ, അതിനാണ് ടേൺ അറൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ടേൺ അറൗണ്ട് എന്ന് പറയും. ടേൺ അറൗണ്ട്, റൊട്ടേറ്റ് എന്ന് പറയുന്ന അർത്ഥത്തിലാണ് ലൈഫിൽ കൂടുതൽ യൂസ് ചെയ്യുക. ഇനി അടുത്ത വേറൊരു മീനിങ് അതിനുണ്ട്, നോക്കാം. റെഫ്യൂസ്, ഡിനേ ഓർ റിജക്റ്റ്. എതിർക്കുക, ഒഴിവാക്കുക, അവോയ്ഡ് ചെയ്യുക. ഓക്കെ, റിജക്റ്റ് ചെയ്യുക, ഒഴിവാക്കി വിടുക, നോക്കാം, ഉപേക്ഷിക്കുക, അല്ലെ? ഹി ടേൺഡ് ഡൗൺ ഓൾ അവർ ഓഫേഴ്സ് ഓഫ് ഹെൽപ്പ്. അവർക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള എല്ലാ ഓഫറും, അവന് കൊടുത്ത എല്ലാ ഓഫറും എന്ത് ചെയ്യും? അവന് റിജക്ട് ചെയ്തു, അവന് വേണ്ട, അവന് എന്ത് ചെയ്തു? അതൊന്നും എല്ലാം അവന് റിജക്ട് ചെയ്തു കേട്ടോ, റിഫ്യൂസ് ചെയ്തു, എതിർത്തു കേട്ടോ, വേണ്ട വെച്ചു എന്ന് പറയാം. ഓക്കെ, ടേൺ റൗണ്ടിന് രണ്ടർത്ഥമായിട്ടുള്ളത്. അടുത്തത്
ടേൺ ഇൻ ടു പറഞ്ഞാൽ ചേഞ്ച് ഓർ ഡെവലപ്പ് ഇൻ ടു സംതിങ് ന്യൂ ആൻഡ് ഡിഫറെന്റ് അല്ലെ. ഡിഫറെന്റ് ആയിട്ട് അത് മാറ്റിയെടുക്കുക. ഇനി ഒരു ചേഞ്ച് ചെയ്യുക. ഡിഫറെന്റ് ആയിട്ടൊരു പഴയ ഒരു സാധനം നമ്മൾ പുതുക്കി പണിത് അതൊരു പുതിയ മോഡലായിട്ട് തന്നെ നമ്മൾ ഇത് എടുത്തു അല്ലെ. പുതിയ മോഡലായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു. നോക്കാം. Now he is happy, but they turn into sad in the evening. ഇപ്പൊ ആള് ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ മക്കളെ അത് നോക്കിയിട്ട് കാര്യമില്ല. ആള് കുറച്ച് കഴിയുമ്പോൾ ആളുടെ സ്വഭാവമൊക്കെ അങ്ങ് ചേഞ്ച് ചെയ്തു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് വേറൊരു വ്യക്തിയായിട്ട് അങ്ങ് മാറാണ് അല്ലെ. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷെ അത് ടേൺ ഇൻ ടു സാഡ്. അത് കുറച്ച് കഴിയുമ്പോൾ അത് എന്തായി മാറും, സങ്കടത്തിലോട്ട് ചേഞ്ച് ആവാറുണ്ട്. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീണ്ടും എന്തോ ഒരു സങ്കടമൊക്കെ വരും. ഓക്കെ, ചേഞ്ച് ആവും. ഓക്കെ, the weather was cool but it turned into rainy day by the afternoon. weather ഇപ്പൊ ഭയങ്കര തണുപ്പാണ്, പക്ഷെ എന്ത് ചെയ്യാണ് മക്കളെ, പ്രതീക്ഷിക്കാതെ അത് turned into ആവും അല്ലെ. അത് ചേഞ്ച് ആവും മക്കളെ. പെട്ടെന്ന് അത് വേറൊരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടൊരു സാഹചര്യത്തിലൂടെ അത് ചേഞ്ച് ആയിട്ട് എന്താവും, വൈകുന്നേരം ആകുമ്പോഴത്തേനും എന്തായാലും മക്കളെ മഴക്കാലം പോലെ മഴ വരും കേട്ടോ. അപ്പൊ ചേഞ്ച്ഡ് ഇൻ ടു എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്. ഓക്കെ, ടേൺ ഔട്ട് മീൻസ് എന്താ, ഹാവ് ആൻ അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട് ആണ് അല്ലെ. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത റിസൾട്ട്, പ്രതീക്ഷിക്കാത്ത റിസൾട്ട് വരിക. നോക്കാം. He thought the exam would be difficult but it turned out to be easy. വളരെ ബുദ്ധിമുട്ടാവും എന്നൊക്കെ, എക്സാം വളരെ ബുദ്ധിമുട്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷെ എന്താ മക്കളെ, ടേൺ ഔട്ട്. പേപ്പർ കിട്ടിയപ്പോഴാണ് അറിഞ്ഞത് എക്സാം വളരെ ഈസി ആയിരുന്നു. പ്രതീക്ഷിക്കാത്ത പോലെ റിസൾട്ട് ആണ് കിട്ടിയത് അല്ലെ. അദ്ദേഹത്തിന് എക്സാം എഴുതിയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ ടേൺ ഔട്ട് റിസൾട്ട് ആണ് അല്ലെ. ഭയങ്കര പ്രതീക്ഷിക്കാത്ത റിസൾട്ട്. അതിനാണ് നമ്മൾ എന്ത് പറയാ, ടേൺ ഔട്ട് എന്ന് പറയാം അല്ലെ. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പൊ ഒട്ടും പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ടേൺ ഔട്ട് എന്ന് പറയും. ദെൻ അടുത്തൊരു മീനിങ് ആട്ടോ ടേൺ ഔട്ടിന്റെ. ടേൺഡ് ഔട്ടിന് വേറെയും മീനിങ് ഉണ്ട്. മാനുഫാക്ചർ, നിർമ്മിക്കുക എന്നൊരു മീനിങ് ഉണ്ട്. 100 bicycles are turned out every day by the new company. ആ പുതിയ കമ്പനിയിൽ നിന്നും 100 bicycles ആണ് എവറി ഡേ അവർ പുറത്തോട്ട് ഇറക്കുന്നത്. മാനുഫാക്ചർ ചെയ്ത് അവർ പുറത്തോട്ട് ഇറക്കുന്നത്. ഓക്കെ, the whole people turned out to the welcome to the prime minister. turned out in assemble, ഒരുമിച്ച് കൂടുക. assemble means എന്താണ്, ഒരുമിച്ച് കൂടുക അല്ലെ. കൂടുക എന്നൊരർത്ഥം അല്ലെ മക്കളെ, ഒരുമിച്ച് കൂടുക. ഇവിടെ മാനുഫാക്ചർ മീൻസ് നിർമ്മിക്കുക എന്നൊരർത്ഥം കേട്ടോ. നിർമ്മിക്കുക എന്താണ്, നിർമ്മിക്കുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക. നിർമ്മിക്കുക അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക. ഇത് ഒരുമിച്ച് കൂടുക, അസംബിൾ ചെയ്യുക. എന്താണ്, പ്രൈം മിനിസ്റ്റർ വരുന്നോണ്ട് തന്നെ എല്ലാ ആളുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ടേൺഡ് ഔട്ട് ആയിട്ടുണ്ട്, ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ. ടേൺ ദ കോർണർ. സെയിൽസ് ഇംപ്രൂവ്ഡ് ആഫ്റ്റർ ഡിഫിക്കൽട്ട് സ്റ്റാർട്ട്സ്. എന്താണ്, ഒരു ഡിഫിക്കൽട്ട് ഇതിലിങ്ങനെ ഒരു വല്ലാണ്ട് ഇതിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർക്കൊരു മാറ്റമൊക്കെ സംഭവിച്ചിട്ട് അവരങ്ങ് കത്തിക്കേറി പോവാണ് അല്ലെ. അങ്ങനെ നോക്കാം, ഒരു മാറ്റങ്ങൾ സംഭവിക്കാണ്. ആഫ്റ്റർ മെനി മന്ത്സ് ഓഫ് ദ പുവർ സെയിൽസ്, ഒരുപാട് കാലത്തെ പുവർ സെയിൽസിന് ശേഷം വി ഹാവ് ഫൈനലി ടേൺ ദ കോർണർ അല്ലെ. എന്താണ്, ടേൺ ദ കോർണർ. ഒരു വലിയ ചേഞ്ച് വന്നിരിക്കുകയാണ്. ഒരുപാട് കാലമായിട്ട് വലിയ സെയിൽസ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, അതിന് വലിയ മാറ്റം സംഭവിച്ചു കേട്ടോ. ദെൻ ഹോൾഡ്. എന്താണ്, ഹോൾഡ് ഓൺ അല്ലെ. ഹോൾഡ് കയ്യിലിങ്ങനെ മുറുക്കി പിടിച്ചോളൂ എന്നൊക്കെ പറയാം നമ്മൾ. ഹോൾഡ് അല്ലെ. ഹോൾഡ് ഓൺ, വെയിറ്റ് ടു കീപ് എ ടെലിഫോൺ ലൈൻ ഓപ്പൺ അല്ലെ. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും, ഞാനിപ്പോ ഒന്ന് വിളിച്ചിട്ട് വരാം അല്ലെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും, ഫോൺ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യും, ഞാനിപ്പോ ഒന്ന് പോയിട്ട് വരാം എന്നൊക്കെ പറയാറില്ല. ആ ഹോൾഡ് കേട്ടോ. ഹോൾഡ് ഓൺ മീൻസ് വെയിറ്റ് ടു കീപ് എ ടെലിഫോൺ ലൈൻ ഓൺ ഓപ്പൺ അല്ലെ. എന്ത് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഹോൾഡ് ഓൺ, ഐ വിൽ ചെക്ക് ഇൻ മൈ ഡയറി. ഒന്ന് ഹോൾഡ് ചെയ്യും, ഒന്ന് വെയിറ്റ് ചെയ്യും. ഐ വിൽ ചെക്ക് ഇൻ മൈ ഡയറി. ഞാൻ എന്റെ ഡയറി ഒന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. വെയിറ്റ്. Then hold off, to delay action or comments. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡിലേ കൊടുക്കുക, വൈകിപ്പിക്കുക. എന്തെങ്കിലും ഒരു കാര്യം വൈകിപ്പിക്കുക. നോക്കാം. ഹോൾഡ് ഓഫ് ഡിസൈഡിങ് അണ്ടിൽ ദ നെക്സ്റ്റ് വീക്ക്. എന്ത് ചെയ്യാണ്, അത് അടുത്ത വീക്കിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വീക്ക് ചെയ്യുന്നില്ല, അത് അടുത്ത വീക്കിലോട്ട് ഹോൾഡ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ പറയാനാട്ടോ. ഹോൾഡ് ഓഫ് പറഞ്ഞാൽ എന്താണ്, ടു ഡിലേ ആക്ഷൻ കമന്റ്സ്. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ വൈകിപ്പിക്കുന്നതാണ് ഹോൾഡ് ഓഫ് എന്ന് പറയുക. Then hold out, to continue resistance അല്ലെ. എതിർത്തിങ്ങനെ നിന്നുകൊണ്ടിരിക്കുക, നന്നായിട്ട് എതിർത്തിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് എതിർത്തുകൊണ്ടിരിക്കുക അല്ലെ. ഓക്കെ, ഐ കുഡ്
ഹോൾഡ് ഔട്ട് അഗെയിൻസ്റ്റ് എ ന്യൂ റിഫോം. ആ പുതിയ പരിഷ്കാരങ്ങൾക്കെതിരെ ഞാൻ എന്ത് ചെയ്യും മക്കളെ? ഹോൾഡ് ഔട്ട് ചെയ്യും, കണ്ടിന്യൂ ആയിട്ട് അതിനെതിരെ പൊരുതിക്കൊണ്ടിരിക്കും. ഓക്കെ, ആ ഒരു അർത്ഥത്തിൽ കേട്ടോ. ദെൻ ഹോൾഡ് ഓവർ, ടു പോസ്റ്റ്പോൺ ഫോർ എ ഫർദർ പീരീഡ്, നീക്കി വെക്കാണ് അല്ലെ, പോസ്റ്റ്പോൺ ചെയ്യാണ്. എന്ത്? അടുത്തൊരു ടൈം ഇതിലോട്ട് നമുക്ക് നീക്കുക. ലെറ്റ്സ് ഹോൾഡ് ഓവർ ദിസ് ഡിസ്കഷൻ അണ്ടിൽ അവർ നെക്സ്റ്റ് മീറ്റിംഗ് അല്ലെ. പോസ്റ്റ്പോൺ മീൻസ് എന്താണ്? നീക്കി വെക്കുക കേട്ടോ, നീക്കി വെക്കുക, നീക്കി വെക്കുകയാണ് കേട്ടോ, നീക്കി വെക്കുകയാണ്, അടുത്തൊരു ടൈമിലോട്ട് നീക്കി വെക്കുക കേട്ടോ. ലെറ്റ്സ് ഹോൾഡ് ഓൺ ദിസ് ഡിസ്കഷൻ അണ്ടിൽ അവർ നെക്സ്റ്റ് മീറ്റിംഗ്. അടുത്ത മീറ്റിംഗിലോട്ട് എന്ത് ചെയ്തു മക്കളെ? നീക്കി വെച്ചു, ഹോൾഡ് ഓവർ ചെയ്തു. ഓക്കെ, ദെൻ ഹോൾഡ് അപ്പ്, ടു ഡിലേ, വൈകിപ്പിക്കുക അല്ലെ. ഹോൾഡിനൊക്കത്തിനും അങ്ങനെ ഒരു മീനിങ് വരുന്നില്ല, വൈകിപ്പിക്കുക എന്നൊരു മീനിങ് അല്ലെ. ഓക്കെ, ഹോൾഡ് അപ്പ് മീൻസ് എന്താണ്? വൈകിപ്പിക്കുക, ടു ഡിലേ. ഓൾ ഫ്ലൈറ്റ്സ് ഫ്രം ലണ്ടൻ ആർ ഹെൽഡ് അപ്പ് ഡ്യൂ ടു ബാഡ് വെദർ. എന്താണ്? ബാഡ് കാലാവസ്ഥ വൈകിയത് കൊണ്ട് തന്നെ എല്ലാ ഫ്ലൈറ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ? ഹോൾഡ് അപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്ന് വൈകും കേട്ടോ. ദെൻ ഹോൾഡ് വിത്ത്, എന്താണ്? ഹോൾഡ് വിത്ത്, അക്സെപ്റ്റ് എന്നൊരർത്ഥം കേട്ടോ. ഐ ഡോണ്ട് ഹോൾഡ് വിത്ത് ദെയർ പ്ലാൻസ്, എനിക്ക് അവരുടെ പ്ലാനുകളൊന്നും ഉൾക്കൊള്ളാൻ വയ്യ അല്ലെ. അവളുടെ പ്ലാനുകളൊന്നും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അക്സെപ്റ്റ് മീൻസ് ഉൾക്കൊള്ളുക, എനിക്ക് അവരുടെ പ്ലാനുകളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഐ ക്യാൻ ഹോൾഡ് വിത്ത് ദെയർ പ്ലാൻസ് എന്ന് പറയാം, എനിക്ക് അവരുടെ പ്ലാനുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ എന്തായാലും അക്സെപ്റ്റ്, ഉൾക്കൊള്ളുക എന്നൊരർത്ഥം. ഓക്കെ, ദെൻ ലെറ്റ്, എന്താണ്? ലെറ്റ്, ലെറ്റ് ഇൻ, ലെറ്റ് സം വൺ കമിൻ, ഉള്ളിലോട്ട് പ്രവേശിപ്പിക്കുക, ഉള്ളിലോട്ട് കയറി വരിക അല്ലെ, ഉള്ളിലോട്ട് കടത്തി വിടുക അല്ലെ. ഹി ഓപ്പൺ ദ വിൻഡോ ടു ലെറ്റ് ഇൻ ദ എയർ, ഉള്ളിലോട്ട് എയർ കയറി വരാൻ വേണ്ടിയിട്ട് വിൻഡോ തുറന്നു വെക്കും. ഉള്ളിലോട്ട് അല്ലെ, ഇന്നറിന് ഉള്ളിലാണ്, ലെറ്റിൻ പറഞ്ഞ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കുക അല്ലെ. ലെറ്റിൻ എന്ന് പറഞ്ഞ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ സമ്മതിക്കുക, അതിനു വേണ്ടിയിട്ട് ഒന്ന് തുറന്നിട്ടു. ഓക്കെ, ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സമ്മതിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ലെറ്റിൻ. ലെറ്റ് ഔട്ട് മീൻസ് എന്താ? റിലാക്സ്, എന്താണ്? റിലാക്സ് ആവാ. സ്റ്റുഡൻസ് were let out of the school early അല്ലെ. റിലാക്സ് എന്താണ്? The students were let out of the school early. എന്താണ് മക്കളെ? ഓൾറെഡി അവരെന്താണ്? റിലാക്സ് ആയിട്ടുണ്ട് അല്ലെ. Then let off, എന്താണ്? let off, എന്താണ് മക്കളെ? let off. Cause to explore or come out to relax എന്നാണ് പറയുന്നത്. എന്താണ്? റിലാക്സ് അല്ലെ. ഇവിടെ റിലാക്സ് അല്ല കേട്ടോ. ദ സ്റ്റുഡൻസ് were let out the school early എന്നാണ്. അവര് പോയി എന്നൊരു അർത്ഥത്തിലാട്ടോ, നേരത്തെ പോയി എന്നൊരർത്ഥത്തിലാട്ടോ. പോയി, നേരത്തെ പോയി എന്നൊരർത്ഥത്തില്, നേരത്തെ പോയി എന്നൊരർത്ഥത്തിലാട്ടോ. ദ സ്റ്റുഡൻസ് were let out of school early, അവര് വളരെ ഏർലി ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? പോയിട്ടുണ്ട് എന്നൊരർത്ഥത്തിലാണ്. ഓക്കെ, then let off. Cause to explore or come out to relax എന്നാണ്. Cause to explore or come out to relax. നോക്കാം. The stand back when you let off fireworks. ഓക്കെ, എന്താണ്? കോസ് ടു എക്സ്പ്ലോർ, എന്തെങ്കിലും ഒരു കാരണത്തിന് എക്സ്പ്ലോർ ആവാൻ കാരണമാവുക. കം ഔട്ട് ടു റിലാക്സ്. ഓക്കെ, നോക്കാം. ദ സ്റ്റാൻഡ് ബാക്ക് വെൻ യു ലെറ്റ് ഓഫ് ഫയർ വാക്സ് അല്ലെ. അതിന് ഫയർ വാക്സിന് എന്തായി? കാരണമായി എന്നൊരർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ, ദെൻ ഓക്കെ, അപ്പോ ഒരു അത്യാവശ്യം നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഒരുവിധം ഫ്രേസൽ വെബ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. 100ന്റെ മുകളിൽ ഫ്രേസൽ വെബ്സ് എന്ത് ചെയ്തു? ഇപ്പൊ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എടുത്തു തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ്സുകൾ വളരെ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്ത് കാണുക, നോട്ടുകൾ എഴുതിയെടുക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഫ്രീ ടൈംസുകളൊക്കെ കിട്ടുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ ഈ ഫ്രേസൽ വെബ്സ് റിപ്പീറ്റ് ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്താം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും